प्रेज़ द लॉर्ड। जल्द से जल्दी आने वाला प्रभु यीशु मसीह के अति पवित्र नाम में सब पवित्र लोगों को मसीह वंदना देता हूँ। വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. प्रभु ने और भी एक दिन हमें इस रीति में भजन के द्वारा भेंट करने के लिए प्रभु ने मौका दिया। കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടെ ഇങ്ങനെ വചനപ്രകാരം കൂട്ടായ്മ ചെയ്യാൻ ഒരു അവസരം ഒരുക്കി. प्रभु का वचन सुनने में जो मौका मिलता है कितना धन्यवाद है। കർത്താവിന്റെ വചനം കേൾക്കാൻ അത് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും എത്ര നല്ല കാര്യമല്ലേ. प्रभु का अनुग्रह पाए हुए लोगों को ही उसका मौका मिलता है। എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം പ്രാപിച്ചവർക്ക് മാത്രമേ അതിന് അവസരം കിട്ടുള്ളൂ. प्रभु हमारे में प्रभु को बना रहा है वो माध्यम वचन है। ദൈവം നമ്മളിൽ കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉപയോഗപാത്രം അല്ലെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് വചനമാണ്. हम जब ये वचन के द्वारा क्या करता है अंश करके बदलते जाता है। നമ്മൾ ഈ വചന മുഖാന്തരം എന്താ പറ്റുന്നത്? ഈ വചന മുഖാന്തരം അല്പമായി നമ്മൾ ക്രിസ്തുവിന്റെ രൂപാന്തരത്തോട് അനുരൂപരായിക്കൊണ്ടിരിക്കുകയാണ്. जैसे जैसे अपन वचन सुनता है उसके अनुसार कार्य करने के द्वारा जब हम दूसरा कुरिन्थी तीसरा अध्याय का 18 वचन में दूसरा कुरिन्थी 3 का 18 में करता है कि हम अंश करके बदलते जाता है। क्या होता है? हम मसीह के रूप में बदलते जा रहा है. നമ്മൾ ഈ വചന പ്രകാരം നമ്മൾ ജീവിക്കുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറ്റുന്നത്? അല്പമായി കുറച്ചായി ക്രിസ്തുവിന്റെ രൂപത്തോട് നമ്മൾ അനുരൂപരായിക്കൊണ്ടിരിക്കുകയാണ്. इसलिए प्रभु का प्यारा लोगों को प्रभु रोज ये वचन देता है, वचन के द्वारा धोता है, वचन के द्वारा बनाता है. അതുകൊണ്ട് കർത്താവ് സ്നേഹിക്കുന്ന ജനങ്ങളെ കർത്താവ് അവർക്ക് വചനം കൊടുക്കുന്നു, അവർ വചനത്താൽ അവരെ കഴുകുന്നു, അവരെ വചനത്താൽ അവരെ വളർത്തുന്നു. आज सवेरे आप आनंदित है? ഇന്ന് രാവിലെ നിങ്ങൾ സന്തോഷത്തിലാണോ? आनंदित कब होगा? എപ്പോഴാ സന്തോഷം വരുന്നത്? यदि आप एक विजय जीवन बिताता है, യഥാർത്ഥമായിട്ട് ഒരു വിജയകരമായ ജീവൻ ജീവിക്കുകയാണെങ്കിൽ, जो व्यक्ति विजय जीवन बिताता है वो हमेशा आनंदित रहता है. ആരൊക്കെ വിജയകരമായ ജീവൻ ജീവിക്കുന്നു അവർ എപ്പോഴും സന്തോഷത്തിലാണ്. अभी हमें मालूम है कि हम लोग एक दौड़ में है. നമുക്കറിയാലോ നമ്മൾ ഒരു ഓട്ടത്തിലാണ്. इस दौड़ में दौड़ने वाला अगर विजय प्राप्त करता है तो कितना बड़ा आनंद होता है. ഈ ഓട്ടത്തിൽ ഒരാൾ ഓടുമ്പോൾ അതിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ എത്ര സന്തോഷമാണ് കിട്ടുന്നത്. रोज हमें एक दौड़ का भाग है. അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ഒരു ഓട്ടത്തിന്റെ ഒരു ഭാഗം നമുക്കുണ്ട്. आज कई लोग कई बार दौड़ते दौड़ते प्रभु का वचन पाने लाए कि उनका दौड़ पूरा नहीं होता, इसलिए कई बार लोग बोलते हैं कल का वचन मैंने नहीं सुना, आज सुनूंगा. बोलने के बाद कल का दिन हर गया. അപ്പൊ ചിലവർ ഇങ്ങനെ ഓട്ടത്തിൽ ഓടി അവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് ശരിക്കും ഓടാൻ പറ്റാത്തതുകൊണ്ട് അവർ പുറകോട്ടായി പോകും. കാരണം അവർ പറഞ്ഞ എന്തെന്തോ പറയുന്നത്, ഇന്നലത്തെ വചനം എനിക്ക് കേൾക്കാൻ അവസരം കിട്ടിയില്ല, അതുകൊണ്ട് ഇന്ന് കേൾക്കാം. അതിന്റെ അർത്ഥം എന്താ? ഇന്നലത്തെ ഓട്ടത്തിൽ നിന്ന് അവർ ശരിക്കും ഓടാൻ പറ്റിയില്ല. हर दिन हमारे दौड़ में हमें विजयी दौड़ना है. എല്ലാ ദിവസവും നമ്മുടെ ഈ ഓട്ടത്തിൽ നമ്മൾ ഒരു വിജയകരമായ ഓട്ടം ഓടണം. हम प्रथम स्थान प्रभु को देना है. നമ്മൾ എപ്പോഴും നമ്മുടെ മുഖ്യ സ്ഥാനം നമ്മൾ കർത്താവിന് കൊടുക്കണം. यदि हम पहला स्थान प्रभु को नहीं रहता तो हम इस दौड़ में विजय कभी नहीं हो सकता. നമ്മൾ ആദ്യ സ്ഥാനം നമുക്ക് കർത്താവിന് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഈ വിജയത്തിൽ ജയിക്കാൻ പറ്റത്തില്ല. तो आज हमें देखना है कि हमारे जीवन में सबसे प्रथम स्थान प्रभु को दिया है. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആദ്യ സ്ഥാനം, മുഖ്യ സ്ഥാനം, മൂൽ സ്ഥാനം നമ്മൾ കർത്താവിനാണ് കൊടുത്തേക്കുന്നത്. मैं कई बार लोगों को बोलता है आप ब्रेकफास्ट करने से पहले आप प्रभु का वचन को खाना चाहिए. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ആദ്യം കർത്താവിനെ പഠിക്കണം. प्रभु का वचन को आप पढ़ते बिना, ध्यान करते बिना, उसको हजम करते बिना आप ये दुनिया का भोजन के पीछे मत जाना. കർത്താവിന്റെ വചനത്തിന് രാവിലെ തന്നെ ആദ്യമായിട്ട് തന്നെ അതിനെ കഴിക്കുകയും അതിനെ മനസ്സിലാക്കുകയും അതിനെ ഗ്രഹിക്കുകയും ചെയ്യാതെ ഈ ലോകീയമായ ആഹാരത്തിൽ പോവല്ലേ. प्रभु का वचन को आप अधिक महत्व देना चाहिए. കർത്താവിന്റെ വചനത്തിനാണ് ഏറ്റവും അധികം മൂല്യത കൊടുക്കേണ്ടത്. अभी इस दौड़ में आप कैसे दौड़ते हो? അപ്പൊ ഈ ഓട്ടത്തിൽ നമ്മൾ എങ്ങനെ ഓടുന്നത്? सुबह आप प्रभु का वचन का खोज में था या और कुछ खोज में था? നിങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നിങ്ങൾ ആദ്യം കർത്താവിന്റെ വചനത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നോ അതോ വേറെ കാര്യത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നോ? कई बार लोगों को पूछता है कि आपने आज बाइबल पढ़ा, उस टाइम उनका जवाब क्या है? वो अभी शाम को पढ़ेगा. ചിലരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ വചനം വായിച്ചോ, ബൈബിൾ വായിച്ചോ എന്ന് പറയുമ്പോൾ ഇന്നലെ വായിച്ചില്ല, ഞാൻ വൈകിട്ട് വായിച്ചോളാം. बोलने का अर्थ क्या है? അതിന്റെ അർത്ഥം എന്താ? फिर कल क्या पढ़ा था? അപ്പൊ ഇന്നലെ എന്തോ വായിച്ചേ? वो कल टाइम नहीं मिला. ഇന്നലെ സമയം കിട്ടിയില്ല. तो जो शाम के लिए रखता है, അപ്പൊ വൈകിട്ടത്തേക്ക് വെക്കുന്ന കാര്യങ്ങള് इसका मतलब क्या होता? അതെന്ത് പറ്റും? वो खाने वाला खाने के बाद में ओ अभी कल करेंगे बोलकर कल के लिए उसको छोड़ देंगे. അപ്പൊ അത് വൈകിട്ടത്തേക്ക് ആവുമ്പോഴത്തേക്ക് ആഹാരം കഴിച്ചപ്പോഴും ക്ഷീണിച്ച് ഉറക്കം വരുമ്പോ പറയും നാളെ ചെയ്യാം ഇങ്ങനെ എല്ലാം കാര്യം നാളത്തേക്ക് വെക്കും. प्रियो ऐसा कभी ना करें. അതുകൊണ്ട് പ്രിയപ്പെട്ട ഇങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ. आप प्रभु को प्रथम स्थान देता है तो आप वचन को प्रथम स्थान देगा. നിങ്ങൾ ദൈവത്തിന് നിങ്ങൾ ആദ്യ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വചനത്തിനും ആദ്യ സ്ഥാനം കൊടുക്കും. आप रोज प्रभु को पहले सुने. അതുകൊണ്ട് ആദ്യം എല്ലാ ദിവസവും നമ്മൾ ദൈവത്തെ ആദ്യം കേൾക്കണം. प्रभु
अपने वचन के द्वारा आपसे बात करता ही है। കാരണം കർത്താവ് അവന്റെ വചനത്താൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. इसलिए अगर ऐसा कोई स्वभाव है तो वो स्वभाव बदल करके सबसे पहले प्रभु का वचन पढ़ने के लिए आप निर्णय लेना। അതുകൊണ്ട് ഈ എല്ലാ ഏത് സ്വഭാവം ആയാലും ഇതെല്ലാം മാറ്റിയിട്ട് ആദ്യം കർത്താവിന്റെ വചനം വായിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കി ഗ്രഹിക്കുവാനും ഉള്ള അവസ്ഥയിൽ നമ്മൾ ആദ്യം വരണം. Praise the Lord. Praise the Lord. तो अभी इस दौड़ में अभी आपको याद होगा हमारा वचन क्या है, आपको मालूम है, आपको याद है ना विषय क्या है? ना गिरना। നമ്മള് നമ്മുടെ ഓട്ടത്തിൽ വിഷയത്തിൽ നമ്മൾ ശരിക്കും ഓടണം. അതുകൊണ്ട് നമ്മുടെ വിഷയം നിങ്ങൾക്ക് അറിയാമല്ലോ, വീഴാതിരിപ്പേ. पहला कोरिन्थियर 10 अध्याय का 12 वचन। 1 കൊരിന്ത്യർ 10 അധ്യായം അതിന്റെ 12 വാക്യം. ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. 1 Corinthians 10:12. इसलिए जो समझता है जो समझता है मैं स्थिर हूँ, मैं स्थिर हूँ, वो चौकस रहे, वो चौकस रहे, कहीं गिर न पड़े। कहीं गिर ना पड़े, कहीं गिर ना पड़े। വീഴാതിരിപ്പാൻ സൂക്ഷിപ്പേ. प्रियो कई रीति में गिर सकता है। അപ്പൊ നമുക്ക് അനേക വഴി അതേ പ്രകാരമായി നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. आत्मिक दुनिया में कई रीति में लोग गिरा पड़ा हुआ हम चारों तरफ मसीह लोगों को देखता है। നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ നാലാം പകരാത്ത ലോകത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അല്ല വേറെ വേറെ സ്ഥലത്ത് നമുക്ക് നോക്കാൻ പറ്റുന്ന എല്ലാവരും അനേക വിശ്വാസികൾ വീണുകൊണ്ടിരിക്കുകയാണ്. आज कितनी लोग इस मसीह जीवन की यात्रा में कई प्रकार ठोकर खा करके गिरा पड़ा है। എത്ര വിശ്വാസികളാണ് ഈ ലോകത്തിൽ ജീവിക്കുക, അവിടെ ഇടർച്ച അവരായിട്ട് അവർ വീഴ്ത്തിരിക്കുക. आपको मालूम है आप इस दौड़ में कितना दिल लगा करके दौड़ना चाहिए। അതുകൊണ്ട് ഈ ഓട്ടത്തിൽ നമ്മൾ ഓടുമ്പോൾ എത്ര മനസ്സോടെ ഹൃദയപൂർവ്വം നമുക്ക് ഓടണം. वो मतलब वही पहला कोरिन्थियर 9 अध्याय का 24 वचन में प्रेरित पौलुस गवाही देता है। 1 കൊരിന്ത്യർ 9:24 1 Corinthians 9:24 പൗലോസ് സാക്ഷ്യം പറയുന്നത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. क्या तुम नहीं जानते कि दौड़ने तो दौड़ते सभी है, दौड़ में है तो फिर कोई चलता नहीं, दौड़ में सब दौड़ता ही है। ഓട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഓടുന്നേ ഉള്ളൂ, ആരും നടക്കത്തില്ല. परंतु इनाम एक ही ले जाता है। देखिए अभी इस दौड़ में इनाम सिर्फ एक को ही मिलता है। എന്നാൽ ഓടി കഴിഞ്ഞിട്ടുള്ള അതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിന്റെ വിജയത്തിന്റെ ഫലം ഒരാൾക്കേ കിട്ടത്തുള്ളൂ. एक ही व्यक्ति को इनाम मिलने वाला ഒരു है। വ്യക്തിക്ക് അതിന്റെ റിവാർഡായിട്ട് പ്രതിഫലം കിട്ടത്തുള്ളൂ. तुम वैसे ही दौड़ो कि जीतो। जीतो, जीतने लायक उस मुकुट पाने लायक दौड़ो। അതുകൊണ്ട് ആ മുകിടം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഓടണം. प्रियो मसीह जीवन में हमारे जीवन का ये दौड़ में कभी भी हमें धीमा नहीं होना। അതുകൊണ്ട് ഈ ക്രിസ്തീയ ഈ ഓട്ടത്തിൽ ഓടുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ പതുക്കെ ഓടല്ലേ. हमारे जीवन में अगर हम धीमा दौड़ेगा तो बहुत बड़ा धोखा हो जाएगा। നമ്മൾ ക്രിസ്തീയ ഈ ഓട്ടത്തിൽ നമ്മുടെ ഓട്ടം അത് പതുക്കെ ആയിപ്പോയ സ്ലോ ആയിപ്പോയ വലിയ ചതി വരും. आज आपको मालूम है जब गलातिया मंडली के बारे में प्रेरित पौलुस एक गवाही देता है, गलातिया मंडली के बारे में ഗലാത്യ സഭയ്ക്ക് പറ്റിയ വിഷയത്തിൽ പൗലോസ് ഒരു സാക്ഷ്യം പറയുന്നത്, गलातियों का पत्री 5 अध्याय उसकी 7 वचन में, ഗലാത്യ ലേഖനം 5:7, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യമനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. Galatians 5:7. गलातियों 5 अध्याय उसका 7 वचन है, आपको लिखा ना, गलातियों 5 का 7। तुम तो भली भांति दौड़ रहे थे, तुम तो भली भांति दौड़ रहे थे, നിങ്ങൾ നന്നായിട്ട് ഓടുമായിരുന്നു. अब किसने तुमको रोक दिया किसने तुमको रोक दिया? ആരാ നിങ്ങളെ നിർത്തിയത്? कि सत्य को न माने? सत्य को ना मानने के लिए किसने तुम्हारा पाप को जंजीर बांधा? നിങ്ങളുടെ സത്യത്തിനെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ അല്ലെങ്കിൽ സത്യത്തെ നിങ്ങൾ അനുസരിക്കാതിരിക്കാൻ ആരാണ് നിങ്ങളുടെ കാലെ വന്ന് കെട്ടിയത് ഓടാതിരിക്കാൻ? प्रियो हमें इस दौड़ में हमारा ये दौड़ का स्पीड कम कैसे हो गया? അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ ഓട്ടത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആരാണ് നിങ്ങളുടെ നിങ്ങൾ ഓടുന്ന ഈ സ്പീഡിനെ കുറച്ചത്? कई लोग बाइबल हमारे उद्धार पाने के बाद में रोज कम से कम हमारा 10, 15, 20 अध्याय पढ़ता था और मीटिंग अटेंड करता था, गवाही देता था, प्रार्थना में लगा रहता था। और तो अभी पूछेगा तो पढ़ाई भी बंद, प्रार्थना भी बंद, कभी कभी मौका मिल गया तो संगति में आएगा। कितनी प्रकार का रुकावट। प्रियो ये कौन आपका पाप में जंजीर बांधा? അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ ആദ്യം നോക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടത് തുടക്കത്തെ സമയത്ത് നല്ല ഉത്സാഹമായിരുന്നു. എല്ലാ ദിവസവും 10-15 അധ്യായങ്ങൾ വായിക്കുമായിരുന്നു. എല്ലാ സമയത്തും പ്രാർത്ഥനയിലും വചനത്തിലും ധ്യാനിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാ സമയത്തും കൂട്ടായ്മ വരുമായിരുന്നു, കൂട്ടായ്മ സാക്ഷ്യം പറയുമായിരുന്നു, പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഇതെല്ലാം നല്ലതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴോ ഇപ്പൊ ബൈബിൾ വായനയില്ല, പ്രാർത്ഥനയില്ല, സഭയിൽ അവസരം കിട്ടുവാണെങ്കിലേ വരുള്ളൂ. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ്
സ്പീഡിലാണ് ഇപ്പോൾ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരാണ് നിങ്ങൾ സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന ഈ ഓട്ടത്തിൽ ആരാണ് നിങ്ങളുടെ കാലിൽ വന്ന് കെട്ടിയത്? आप देखिए, आप उद्धार पाए हुआ दिनों के बारे में आप थोड़ा सोचिए. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആ ദിവസങ്ങളിൽ നിങ്ങൾ ഓർത്തെ, उस समय में अपने भाइयों को मिलने के लिए कितना उत्साह था. ആ ദിവസങ്ങളിൽ നിങ്ങൾ സഹോദരന്മാരെ കാണാൻ എത്ര ഉത്സാഹവും സന്തോഷമായിരുന്നു. संगति के लिए कितना उत्साह था. ആ സമയത്ത് കൂട്ടായ്മയ്ക്ക് വേണ്ടി എത്ര വലിയ സന്തോഷമായിരുന്നു, ഉത്സാഹമായിരുന്നു. है ना. बाकी सारे बातों को बाजू करके संगति को महत्व दे करके संगति के लिए भागते नहीं थे. എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാറ്റി വെച്ചിട്ട് കൂട്ടായ്മയ്ക്ക് വേണ്ടി സഹോദരന്മാരെ കാണാൻ വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം നിങ്ങൾ പെട്ടെന്ന് ഓടി വരില്ലായിരുന്നു. जब भी किसी व्यक्ति को मिलने के टाइम पर आप गवाही नहीं देता था. എല്ലാ സമയത്തും നിങ്ങൾ സഹോദരന്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയില്ലായിരുന്നു. सुसमाचार सुनाने में आपको उत्साह नहीं था. സുശേഷം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉത്സാഹമില്ലായിരുന്നോ? Praise the Lord. एक पवित्र जीवन के लिए उत्साह नहीं था. ഒരു പവിത്ര വിശുദ്ധ ജീവിതം ജീവിക്കാൻ വേണ്ടി ഉത്സാഹമില്ലായിരുന്നോ? अरे तो प्रियो, उत्साह सब कहाँ गया? ഇപ്പോൾ ആ ഉത്സാഹം ഒക്കെ എവിടെ പോയി? पहले तो दूर से विश्वासी भाइयों को देख करके प्रेज द लॉर्ड जोर से बोलता था. പണ്ടൊക്കെ ദൂരയിൽ നിന്ന് സഹോദരന്മാരെ കണ്ടു കഴിഞ്ഞാൽ വിശുദ്ധന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ ഉറക്കെ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവരെ പോയി കാണാൻ പോകുമായിരുന്നു. पर तो अभी उन लोगों को देखने के टाइम पर मुंह फिर लेता है. मुंह मतलब उसको सामना करने के लिए तैयार नहीं. चाहे तो दूसरा मार्ग मिल गया तो उस मार्ग में निकल जाता है. ऐसे क्या हो गया? പക്ഷെ ഇന്നോ സഹോദരന്മാരെ കണ്ടു കഴിഞ്ഞാൽ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മുഖം മാറ്റി മുഖം ഒളിപ്പിച്ച് വേറെ വഴി അന്വേഷിച്ച് വേറെ വഴി പോകാൻ നോക്കാൻ ആ സഹോദരന്മാരെ കാണല്ലേ എന്ന് പറഞ്ഞ് വഴി മാറിപ്പോകുന്ന ഒരു രീതികളും സഹോദരന്മാർ ചെയ്യാറുണ്ട്. प्रियो, आत्मीय जीवन में क्या हुआ? കാരണം ഈ ആത്മീയ ജീവിതത്തിൽ എന്ത് പറ്റി? हमारे ये दौड़ में क्या हुआ? നമ്മുടെ ഈ ഓട്ടത്തിൽ എന്ത് പറ്റി? इतना अच्छा दौड़ रहे थे. എത്ര നല്ലതായിട്ട് നിങ്ങൾ ഓടുമായിരുന്നു. आत्मा में आरंभ किया. നിങ്ങൾ ആത്മാവിൽ തുടങ്ങി. जब वही गलातियों 3 अध्याय का 3 वचन में पौलुस कहता है, ഗലാത്യ ലേഖനം 3:3, ഗലേഷ്യൻസ് 3:3, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. क्या तुम ऐसे निर्बुद्धि हो कि आत्मा की रीति पर आरंभ करके अब शरीर की रीति पर अंत करोगे? देखा, आत्मा की रीति में आरंभ किया और शरीर की रीति में अंत कर रहे हैं. നിങ്ങൾ ആത്മാവിന്റെ രീതിയിൽ നിങ്ങൾ തുടങ്ങി, പക്ഷെ നിങ്ങൾ ശരീര രീതിയിൽ ജഡത്തിന്റെ രീതിയിൽ നിങ്ങൾ അവസാനിപ്പിക്കാൻ നോക്കുന്നു. ये कितना दुखदायक बात है. ഇത് എത്ര ദുഃഖം തരുന്ന കാര്യമല്ലേ? हमारे जीवन में अगर हम नया जन्म पाने के बाद में जो प्रभु का दौड़, प्रभु का इच्छा क्या जान करके जो दौड़ता था, वो दौड़ में आज हमारा दौड़ काम रहे. അപ്പൊ ഇത് നമ്മൾ വിശ്വാസത്തിലായി കഴിഞ്ഞിട്ട് ദൈവഹിതം അനുസരിച്ച് നമ്മൾ ഓട്ടം ഇന്ന് ആ ഓട്ടം എവിടെ പോയി? आज हम आत्मा में आरंभ किया, ഇന്ന് നമ്മൾ ആത്മാവിൽ നമ്മൾ തുടങ്ങി, परंतु अभी शरीर में समाप्त कर रहे हो. പക്ഷെ ഇത് നമ്മൾ ജഡത്തിൽ നമ്മൾ അവസാനിപ്പിക്കാൻ നോക്കുന്നു. ये कितना दुखदायक बात है. ഇത് എത്ര ദുഃഖമുള്ള കാര്യമല്ലേ? प्रियो, मसीह जीवन में हमारा ये दौड़ हमारे शुरुआत से बढ़कर अंत अच्छा होना चाहिए. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ ഈ ക്രിസ്തീയ വിശ്വാസി ജീവിതത്തിൽ നമ്മുടെ ഓട്ടത്തിൽ നമ്മുടെ തുടക്കം എത്ര ആയിരിക്കുന്നോ അതിനേക്കാളും ഉത്തമമായിട്ടും ശ്രേഷ്ഠമായിട്ടും നമ്മുടെ അന്തമേ ആയിരിക്കണം. आपने देखा होगा ना बड़े बड़े मैराथन दौड़, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, വലിയ മാരത്തോണിൽ ആൾക്കാർ ഓടുമ്പോൾ उसका शुरुआत एक लिमिटेड स्पीड में एक बराबर कदम में चलता है. അതൊക്കെ അറിയാം. ആ മാരത്തോണിൽ ഓട്ടം തുടങ്ങുമ്പോൾ അത് തുടക്കത്തിൽ അത് ഇച്ചിരി സ്ലോ ആയിട്ടായിരിക്കും, ഇച്ചിരി പതുക്കെ ആയിരിക്കും അവർ തുടങ്ങുന്നത്. परंतु वो दौड़ जैसे जैसे एंड होने पर है उनका स्पीड एकदम जोर हो जाता है. എന്നാൽ അതിന്റെ അവസാനം എത്തുന്ന ആകുമ്പോൾ അവരെന്ത് ചെയ്യും? സ്പീഡ് അവർ കൂട്ടും. प्रियो, अभी हमारे जीवन के ये दौड़ एकदम अंत होने जा रहा है. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഈ വിശ്വാസിയുടെ ഈ ഓട്ടം ഇത് അവസാനത്തിൽ എത്താൻ പോവാ. तो फिर हमें कैसे होना चाहिए? അപ്പൊ നമ്മൾ എങ്ങനെ ഓടണ്ടേ? हमारा स्पीड कैसे होना चाहिए? സ്പീഡ് എങ്ങനെ ആയിരിക്കണം? हमारा दौड़ कैसे होना चाहिए? നമ്മുടെ ഓട്ടം എങ്ങനെ ആയിരിക്കണം? जब Ecclesiastes chapter 7 verse 8, Ecclesiastes सभा प्रसंगी 7:8, सदुपदेशक 7 अध्याय का 8 वचन, सदुपदेशक 7 अध्याय 8 वचन में लिखा है, Ecclesiastes 7:8, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. अभी यहाँ पर बोलने का पढ़िए. किसी काम के आरंभ से उसका अंत उत्तम है. देखो, शुरुआत से अंत उत्तम होना चाहिए. തുടക്കത്തിനേക്കാളും അതിനേക്കാളും നല്ലത് ആയിരിക്കണം അതിന്റെ അവസാനം. हमारे जीवन में मतलब शुरुआत से आज हमारा अनेक बातों में हम उन्नति पा रहे हैं कि नहीं? അതുകൊണ്ട് നമ്മൾ ഇന്ന് തുടക്കത്തിൽ നമ്മൾ ഏത് കാര്യം തുടങ്ങിയോ ഇന്ന് നമ്മൾ അതിന്റെ അതേ രീതിയിലാണോ, അതിൽ ഉന്നതിയിലാണോ, അത് വളർന്നുകൊണ്ടിരിക്കുവാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. आज हमारा मसीह जीवन का दौड़ का अवस्था कैसा है? ഇന്ന് നമ്മുടെ വിശ്വാസി ജീവിതത്തിന്റെ ഈ ഓട്ടം എങ്ങനെയാണ്? विश्वास में मैं उन्नति पाया कि ഞാൻ नहीं? വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുവാണോ? पवित्र जीवन में मैं उन्नति पाया कि नहीं? വിശുദ്ധിയിൽ ഞാൻ വളർന്നുകൊണ്ടിരിക്കുവാണോ? उनका प्यार में मैं बढ़ गया कि नहीं? കർത്താവിന്റെ സ്നേഹത്തിൽ ഞാൻ വളരുവാണോ? मेरा जीवन में पहले दिनों से
बढ़ करके एक गवाही बढ़ते शक्तिमत या सामर्थ्यवान होते जा रहा है कि नहीं? എന്റെ ജീവിതത്തിൽ ആദ്യത്തെക്കാളും ഇന്ന് എന്റെ സാക്ഷ്യത എന്ന വിഷയത്തിൽ അതിൽ വളർന്നുകൊണ്ടിരിക്കുവാനോ ശക്തി പ്രാപിക്കുവാനോ एक सच्चा भक्त का जीवन जैसा जैसा वो प्रभु के आगमन के निकट आता है और भी वो शोभायमान हो जाता है। ആമേൻ. ഒരു യഥാർത്ഥ ഭക്തൻ കർത്താവിന്റെ വരവ് അടുത്ത് കണ്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ അതനുസരിച്ചുള്ള അവന്റെ വിശ്വാസ ജീവിതം അതുമായി അത് ശോധന അത് നല്ലതായിട്ട് വളർന്നുകൊണ്ടിരിക്കുവാണ്. लेकिन हम देखा गलाती विश्वासी लोगों के जीवन में गिरावट आया। എന്നാൽ ഗലത്യ ലേഖനത്തിലുള്ള ഗലത്യ വിശ്വാസികൾ എന്ത് പറ്റി? അവരുടെ വിശ്വാസ ഓട്ടത്തിൽ അവർ പുറകോട്ടായി, അവർ വീണുപോയി. वो पहले जैसे नहीं दौड़ पाया, അവർ ആദ്യം പോലെ ഓടാൻ പറ്റത്തില്ല അവർക്ക്. बोलने का मतलब वो गिरा पड़ा है। അതിന്റെ അർത്ഥം അവർ വീടിരിക്കുവാണ്. Praise the Lord. दൈവം ना गिरने के लिए चेतावनी पाया। അതോട് പ്രിയപ്പെട്ടവരെ വീഴാതിരിപ്പാനാണ് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ വചനം വായിച്ചത്. हम कई लोगों को गिरा पड़ा देखता है, उनको देख करके हम नहीं गिरना, हमें और सावधान होना। അതോട് പ്രിയപ്പെട്ട നമ്മൾ മറ്റവര് അവർ ഓടുന്ന കാണാൻ അവർ വീഴുന്ന കണ്ടു കഴിഞ്ഞാൽ അവരെ നോക്കിയിട്ട് നമ്മൾ തന്നെ ഇച്ചിരി സുരക്ഷിതമായിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. आप देखा ना, अभी अपने साथ दौड़ने वालों में कितने लोग वो दौड़ छोड़ करके वो अपनी मनमानी में अभी दौड़ रहा है, उनको लगता है कि मैं बराबर दौड़ रहा है। നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മുടെ കൂട്ടത്തിൽ അനേക സഹോദരന്മാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെ ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇന്ന് അവർ വഴി മാറി, അവരുടെ ജീവിതം മാറ്റി, അവർ സഭ വിട്ടുപോയി. എന്നിട്ട് അവരെന്താ വിചാരിക്കുന്നത്? നമ്മൾ എത്ര നല്ലതായിട്ടോ നമ്മളാണ് സത്യത്തിൽ ഓടുന്നത്. शैतान कितनी प्रकार धोखा देता है मालूम है? കാരണം പിശാച് ഏത് രീതിയിലാണ് നമ്മളെ വഞ്ചിക്കുന്നതെന്ന് അറിയോ? प्रियो, रोज हमें मन फिरना चाहिए। ഓരോ എല്ലാ ദിവസവും നമുക്ക് മാനസാന്തത്തിന്റെ ആവശ്യമാണ്. प्रभु का सत्य वचन आपके जीवन में आता है तो मैं आपको बोलना चाहता हूँ, जब एक व्यक्ति अचानक नहीं गिर जाता, वो धीरे धीरे कुछ ना कुछ कड़वाहट दिल में आने देता है और वो कड़वाहट का पेड़ जल्दी बढ़ जाता है। അത് നമുക്കറിയാം, ഒരു വ്യക്തി ഒരു വിശ്വാസി വീഴുന്നത് പെട്ടെന്നല്ല, ഒരു പെട്ട നിമിഷത്തിലല്ല വീഴുന്നത്, എല്ലാം പതുക്കെ പതുക്കെയാണ്. കാരണം എന്തോ കയ്പിന്റെ സ്വഭാവം വിത്ത് അവരിൽ ഉള്ളിൽ വന്നു ഇരിക്കുവാണ്. ആ കയ്പ് പിന്നെ വളർന്ന് 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 വൃക്ഷമായി കഴിയുമ്പോഴാണ് അത് വീഴുന്നത്. प्रियो, आज मेरा जीवन में आज मैं सही प्रकार हर प्रकार का नफरत कड़वाहट मेरे दिल में उगने वाला बातों को दूर करके रोज मन फिर करके मैं एक अच्छा दौड़ पा रहा है कि नहीं? അപ്പൊ അതോടെ നമുക്ക് എല്ലാവരും നമ്മുടെ സ്വയമുള്ള അവസ്ഥ നമ്മൾ നോക്കണം. ഇത് എന്നെ പറ്റി എനിക്ക് എന്റെ ജീവിതത്തിൽ ആരെ പറ്റി ഈർഷയോ എന്തോ ദേഷ്യമോ എന്തെങ്കിലും ഇടർച്ചയോ സഹോദരന്മാർക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യം എന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, മറ്റവർക്ക് വേണ്ടി പകയ്ക്കുന്ന എന്തെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. हमें व्यक्तिगत जीवन में इस वचन रूपी आईना के सामने अपने जीवन को परखना है। അതുകൊണ്ട് ഈ നമ്മുടെ സ്വയമുള്ള ജീവിതത്തിൽ നമ്മൾ ഈ വചനം എന്ന ഈ മിററിന്റെ മുമ്പിൽ, കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ ജീവിതം നമ്മൾ ശോധന ചെയ്യണം. सिर्फ दिखावा के लिए नहीं, വെറും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, हमारे हृदय को परखने वाला प्रभु की दृष्टि में एक सच्चा पवित्र जीवन मिला। നമ്മുടെ ഹൃദയത്തിനെ വരെ ശോധന ചെയ്ത് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ശുദ്ധമായി നമ്മൾ ഇരിക്കണം. यहाँ पर प्रेषित पौलुस फिलिपिया मंडली को लिखने के टाइम पर अपने जीवन के बारे में एक गवाही देता है। പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടിയിട്ട് എഴുതുമ്പോൾ അവരെ പറ്റിയിട്ടുള്ള സാക്ഷ്യം പറയുന്നത് फिलिपियों का पत्री दूसरा अध्याय का 16 वचन में, ഫിലിപ്പിയ ലേഖനം 2:16, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:16. ഫിലിപ്പിയോ दूसरा अध्याय का 16 वचन, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാവും. कितना हिम्मत उसको है कि मसीह के दिन मुझे घमंड करने का कारण हो कि न मेरा दौड़ना और न मेरा परिश्रम करना व्यर्थ हुआ। देखिए, हमारे जीवन में हमको इस बात में यकीन करना है, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യത്തെ നമ്മൾ വിശ്വസിക്കണം. मेरे जीवन में मैं एक विजयी दौड़ पा रहा है। എന്റെ ജീവിതത്തിൽ ഞാൻ വിജയകരമായ ഒരു ഓട്ടം ഓടാൻ പറ്റുന്നുണ്ടോ? प्रियो, पिछले दिनों से बढ़ करके मैं प्रभु का कामों में और भी बढ़ते जा रहा है कि नहीं? ഇതിലത്തെക്കാളും ഇന്ന് ഞാൻ കൂടുതലായിട്ട് കർത്താവിന്റെ കാര്യത്തിൽ എനിക്ക് വളർച്ച കിട്ടുന്നുണ്ടോ? ये बात को परखना है. ഈ കാര്യത്തിൽ നമ്മൾ ശോധന ചെയ്യണം. एक सही प्रकार अगर आप विजयी होकर के प्रभु से उस मुकुट पाना चाहते हो, നമ്മൾ യഥാർത്ഥമായിട്ട് നല്ല രീതിയിൽ ശരിയായ രീതിയിൽ ഓടിയിട്ട് കർത്താവിൽ നിന്ന് നമുക്ക് ആ മുകുടം കിട്ടണമെങ്കിൽ निश्चय हम प्रभु को प्रसन्न करने वाला रीति में, प्रभु की व्यवस्था में, प्रभु का सत्य वचन में बना रह करके हमें दौड़ना चाहिए. അങ്ങനെയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ ശുദ്ധ മനസ്സോടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ വചനപ്രകാരം ആത്മാവാൽ നമുക്ക് ഓടണം. हर एक बातों में प्रभु को प्रथम स्थान देना. എല്ലാ കാര്യത്തിലും കർത്താവിന് മുൻ സ്ഥാനം കൊടുക്കണം. आज से आप जरूर, मैं आशा करता हूँ, आप प्रभु के वचन को पहला स्थान देंगे. ഇന്ന് തൊട്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് നിങ്ങൾ മുൻ സ്ഥാനം കൊടുക്കുന്നത്. प्रभु, मैं आपको पिछले दिन में 138 का 2 पढ़ाया था. അതോട് കഴിഞ്ഞ ദിവസങ്ങളിൽ 138 അധ്യായ സങ്കീർത്തനത്തിൽ അത് 2-ാം വാക്യം നിങ്ങൾ വായിപ്പിച്ചതാണ്. कि प्रभु ने अपने नाम से बढ़कर के इस वचन को प्रभु महत्व दिया है, तो हमारा भी जीवन में प्रभु का वचन को महत्व देना चाहिए. കാരണം ദൈവം അവന്റെ നാമത്തെക്കാളും അവന്റെ വചനത്തിനെയാണ് മൂല്യത കൊടുത്തിരിക്കുന്നത്. ദൈവം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിന് നമുക്ക് മുൻസ്ഥാനം കൊടുക്കണം. मैं ये बात आपको याद में रहने के लिए इसका विशेषता बार बार बताता हूँ, वचन के द्वारा बताता हूँ. वचन में जो भी बात का
आता है वो मानने के लिए उत्साही होना. അതുകൊണ്ട് പ്രിയപ്പെട്ട ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പിന്നെയും പിന്നെയും പറയുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിന് എപ്പോഴും മൂല്യത കൊടുത്തത് അതിന് മുൻസ്ഥാനം വെക്കണം. शायद दुनिया के लोग हमें बुद्धू समझेंगे, ചിലപ്പോൾ ഈ ലോകത്തിന്റെ ആൾക്കാർ നമ്മള് മൂഢന്മാർ പറയും. लेकिन प्रभु का दृष्टि में आप बुद्धिमान हैं. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ബുദ്ധിമാന്മാരാണ്. Praise the Lord. Amen. जो भी प्रभु के वचन मानते हैं या प्रभु का खोजी में लगा रहता है, प्रभु उसको देखते बोलते हैं तू बुद्धिमान है. കാരണം ആരൊക്കെ കർത്താവിനെ വചനം തേടുകയും അന്വേഷിക്കുകയും ചെയ്ത വരെ അവർ കർത്താവ് പറയുന്നത് ഈ ബുദ്ധിമാനാണെന്ന്. ऐसे है ना, जब भजन संहिता 14 का 2 में प्रभु ने क्या बोला, प्रभु को ढूंढने वाला कोई बुद्धिमान मनुष्य एक नहीं करके परमेश्वर मनुष्य पुत्रों पर दृष्टि करके देखता है. സങ്കീർത്തനം 14:2 നമ്മൾ നോക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കുവാണ്, മനുഷ്യപുത്രത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ, ബുദ്ധിമാൻ ഉണ്ടോ? आपको भी पढ़ना है तो भजन संहिता 14 अध्याय का दूसरा वचन आप थोड़ा ध्यान से देखना. भजन संहिता 14 का 2. സങ്കീർത്തനം 14:2 Psalms 42. परमेश्वर ने स्वर्ग में से मनुष्य पर दृष्टि की है कि देखे कि कोई बुद्धिमान, कोई परमेश्वर का खोजी है या नहीं. इसका मतलब परमेश्वर को खोजने वाला कौन है? അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരാണ്? आज दुनिया का लोग क्या बोलते हैं, ഇത് ലോകത്തിലെ ആൾക്കാർ അവർ എന്താ പറയുന്നത്? इस कंप्यूटर युग में, ये साइंटिफिक युग में परमेश्वर बोलकर कितना बुद्धू है, मूर्ख है. दुनिया का बुद्धिमान लोग उसको मूर्ख बोलता है और जो स्वर्ग का परमेश्वर बोलता है वह बुद्धिमान है. ഇത് ലോകത്തിലെ ആൾക്കാർ പറയുന്നത് ഇത് ഇത്ര വലിയ മണ്ടനാണ്. നമ്മുടെ ലോകം നോക്കി എത്ര വലിയ പുരോഗമിച്ച ആയി. നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ട്, നമ്മുടെ വിജ്ഞാനം നോക്കുക, സയൻസ് ഒക്കെ ഇത്ര വലിയ വലിയ ലോകത്തിൽ അത്ഭുത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വിട്ടിട്ട് നീ ഒരു ദൈവമുണ്ട്, ദൈവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നിനക്ക് വിവരമുണ്ടോ, ബുദ്ധിയുണ്ടോ എന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കർത്താവ് പറയുന്നത് ദൈവത്തിനെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ? मैं एक बात आपको बताना चाहता हूँ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, प्रभु के वचन के द्वारा प्रभु की दिल की इच्छा प्रभु ने खोल करके हमें जानने के लिए, देखने के लिए खोल कर रखा है वही वचन में. ആമേൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഈ വചനം നമുക്ക് വേണ്ടി തുറന്ന് ദൈവം തന്നിരിക്കുകയാണ്. ये प्रभु का हृदय खोल कर रखा है. കാരണം ഈ വചനം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഹൃദയത്തെ തന്നെ തുറന്നു വെച്ചിരിക്കുക. प्रभु का सारा हमारे प्रति इच्छा प्रभु ने एकदम प्रकट करके दिया है. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ സന്നിധി തുറന്നു വെച്ചിരിക്കുകയാണ്. Praise the Lord. Praise the Lord. वो जानने में, वो मानने में उत्साही है तो प्रभु बोलता है कि ये बुद्धिमान है, ये मेरा दास है. ഈ കാര്യങ്ങൾ ദൈവത്തിന്റെ ഈ കാര്യങ്ങൾ അന്വേഷിപ്പാൻ എപ്പോഴും മനസ്സുണ്ടെങ്കിൽ കർത്താവ് പറയുന്നത് എന്റെ ഈ ദാസൻ ബുദ്ധിമാന്മാണ്. Praise the Lord. ആമേൻ. तो प्रभु के दृष्टि में बुद्धिमान बनना. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ബുദ്ധിമാനാകണം. हमें अच्छा दौड़ना. നമുക്ക് നല്ല ഓട്ടം ഓടണം. आत्मिक बातों को सबसे पहला स्थान देना. ആത്മീയ കാര്യങ്ങളിൽ എപ്പോഴും നമുക്ക് ആദ്യ സ്ഥാനം കൊടുക്കണം. नेक्स्ट मतलब हम एक दौड़ का मैदान में है, കാരണം നമ്മൾ ഒരു ഓട്ടത്തിന്റെ ഭൂമിയിലാണ്. साथ ही साथ हम एक लड़ाई के मैदान में അത് है. മാത്രമല്ല നമ്മൾ ഒരു യുദ്ധഭൂമിയിലുമാണ്. लड़ाई के मैदान में रहने वाला को अच्छा लड़ाई लड़ना पड़ता है ना. യുദ്ധഭൂമിയിൽ ഒരാളെ വ്യക്തി ഇരിക്കുവാണെങ്കിൽ ആ യുദ്ധത്തിൽ നല്ലതായിട്ട് യുദ്ധം ചെയ്യണ്ടേ? आपको याद होगा जब दूसरा तिमोथी 2 अध्याय का 5 वचन में प्रेषित का पौलुस गवाही देता है. 2 तिमोथी 2 अध्याय उसके 5 वचन में 2 തിമോത്തി 2:5 2 തിമോത്തി chapter 2:5 ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കില്ല. फिर अखाड़ा में लड़ने वाला यदि विधि के अनुसार न लड़े तो मुकुट नहीं पाता. देखा, इसका मतलब विजय पाने वालों को मुकुट है. ആ കാരണം ജയിക്കുന്നവർക്ക് മുകുടമുണ്ട്. यहाँ पर अखाड़े में लड़ने वाला अगर नियमानुसार नहीं लड़ेगा तो वो विजय नहीं पाएगा. നമ്മൾ അറിയാം, ഇവിടെ കുസ്തി ചെയ്യുമ്പോൾ അത് നിയമം അനുസരിച്ച് കുസ്തി ചെയ്യുന്നില്ലെങ്കിൽ അവന് പ്രതിഫലം കിട്ടത്തില്ല. अगर हमें मुकुट पाना है तो നമുക്ക് മുകുടം കിട്ടണമെങ്കിൽ हमें नियमानुसार हमें लड़ाई लड़ना जरूरी है. അത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ആ കുസ്തിയുടെ നിയമം എന്താണ് അതനുസരിച്ച് നമുക്ക് കുസ്തി യുദ്ധം ചെയ്യണം. आपको मालूम है कि नियम तोड़ दिया तो कितना भी अच्छा फाइलमैन क्यों ना हो उसको मुकुट नहीं मिलता. जबकि वो दूसरे को हरा भी दिया होगा तभी भी उसको मुकुट नहीं. നമുക്കറിയാലോ, കുസ്തി ചെയ്യുമ്പോൾ ഒരു നിയമം പൊട്ടിച്ചു കഴിഞ്ഞാൽ ആള് വിജയിച്ചു എന്ന് പറഞ്ഞാലും നിയമം പൊട്ടിച്ചോണ്ട് ആൾക്ക് ഡിസ്ക്വാളിഫൈ ആക്കും, പ്രതിഫലം കിട്ടത്തില്ല. कई खेल में लोग अच्छा खेलता है, तगड़ा खेल खेलता है, परंतु उनको नियम नहीं मालूम, नियम तोड़ कर खेलता है तो फिर क्या होता, उसको आउट कर देता है, नहीं तो उसको मालूम मुकुट नहीं मिलता. നമുക്കറിയാം, എല്ലാ കളികളും നമ്മൾ കളി കാണുമ്പോൾ കളികളിൽ അത് നിയമ രീതിയിൽ നമ്മൾ ഓടിയില്ലെങ്കിൽ, ശരിക്കും കളി കളിച്ചില്ലെങ്കിൽ അത് ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യും. അപ്പൊ എത്ര പേർക്ക് നിയമം അറിയാത്തതുകൊണ്ട് അവർ തെറ്റായി നിയമം പൊട്ടിച്ച് കളയുന്നതുകൊണ്ട് അവർ ജയിച്ചാലും അവർക്ക് ഔട്ടാക്കി കളയും, ഡിസ്ക്വാളിഫൈ ആക്കും, അവർക്ക് മുകുടം കിട്ടത്തില്ല. हर एक खेल का नियम है. എല്ലാ ഒരു കളിക്ക് അതാത് നിയമമുണ്ട്. दौड़ का भी नियम है, അതേപോലെ ഓട്ടത്തിന് നിയമമുണ്ട്. इस प्रकार का लड़ाई का भी नियम है. ഇതിന് യുദ്ധഭൂമിയിലും കുസ്തിയിലും അതിന്
നിയമമുണ്ട്, हर बात में नियम है, എല്ലാ കാര്യത്തിലും നിയമമുണ്ട്. इसलिए भक्ति का भी नियम है. അതേപോലെ ദൈവഭക്തിക്ക് വേണ്ടി ജീവിക്കുന്നവർക്കും നിയമമുണ്ട്. Praise the Lord. है, जो प्रभु का भक्तों के लिए भी नियम है. ദൈവത്തിന്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് നിയമമുണ്ട്. तो इसका ऐसा है तो हमें ये नियम जानना चाहिए. അത് അങ്ങനെയാണെങ്കിൽ ഈ നിയമങ്ങളും കാര്യങ്ങളും നമുക്ക് അറിയണ്ടേ? अगर हम ये नियम को नहीं जानेगा, नियमानुसार हम कार्य नहीं करेगा, तो हमें अनंतता में बहुत बड़ा नुकसान हो जाएगा. നമുക്ക് നിയമം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നിയമം അനുസരിച്ച് നമ്മൾ ഓടിയില്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ നമുക്ക് നഷ്ടമാകും. इसी कारण मैं आपको ना गिरते हुए प्रभु में बना रहकर प्रभु के आगमन में आप बहुत बड़ा तोहफा पाने लायक बनना चाहिए. आप मसीह के रूप में बदलने वाला, अगर आप पुनरुत्थान में भाग लेने वाला एक पवित्र जन बनना चाहिए. इसके लिए आपको ये बात सिखाना है. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ വിജയകരമായ ഓട്ടം ഓടുവാനും കർത്താവിന്റെ സന്നിധിയിൽ മുകുടം പ്രാപിക്കാനും അവിടെ വിജയമായിട്ട് അവസ്ഥയിൽ എത്തുവാനുള്ള ആ രീതിയിലാണ് നിങ്ങൾക്ക് വചനം പറയുന്നത് തരുന്നത്. अब इसलिए ये एक साधारण दीदी का एक ऊपर से मालिश करने वाला वचन की बात नहीं. ഇതെല്ലാം വല്ല മധുരവാക്ക് പറഞ്ഞ് മേളി മേളിന്ന് പറയുന്നുള്ള വാക്യങ്ങളല്ല. ये थोड़ा गहराई में चिंतन करने वाली बात है. കാരണം ഈ വചനം എന്ന് പറഞ്ഞ ആഴത്തിൽ പോയി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. एक बात आपको बताना चाहता हूँ, अगर आपको समझ में नहीं आया तो जरूर मेरा फोन नंबर संदेश के साथ रहता है. आप उस फोन नंबर आप कोई मैसेज मत भेजना. मैं बोला ना, मैसेज पढ़ के आपको मैसेज डालने के लिए मेरे से नहीं होता. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഇതിൽ തീർച്ചയായിട്ടും കാരണം യൂട്യൂബിന്റെ സൈഡിൽ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട്. ചിലവർ എന്ത് ചെയ്യും, മെസ്സേജ് അയക്കും. എന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് വായിക്കാനോ ആ വായിച്ചു കഴിഞ്ഞിട്ട് അതിന് ഉത്തരം പറയാനോ പോലും എനിക്ക് അറിയത്തില്ല. मैं अगर आप फोन करेगा तो मैं जहाँ तक प्रभु ने अनुग्रह दिया, मैं आपको वचन के द्वारा उन सारे बातों को वचन के द्वारा समझाऊंगा. എന്നാൽ നിങ്ങൾ എനിക്ക് വിളിച്ച് ഫോൺ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ വിളിച്ച് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ദൈവകൃപ ദൈവക്ക് എത്ര അറിവ് തന്നോ അതനുസരിച്ച് വചനപ്രകാരം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരും. जो भी बात आपको सिखाया जाता है उसमें पूरा गारंटी है. കാരണം ഏത് കാര്യം നിങ്ങളെ പഠിപ്പിച്ചോ ആ വിഷയത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. इसके अलावा भी अगर आपको बाइबल से ऐसे कुछ बात जानने की इच्छा है तो आप पूछ सकते हैं. അതല്ലാതെ വചനപ്രകാരം നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കാം. जहाँ तक प्रभु का अनुग्रह में होकर के आपको समझाने का प्रयास करेगा. എന്റെ കർത്താവിന്റെ കൃപയാൽ എത്ര മനസ്സിലാപ്പിക്കാൻ പറ്റുമോ അതത്ര ഞാൻ പറഞ്ഞു തരും. तो लेकिन मुझे आपको एक ही बात बताना है कि हम लोग एक आत्मिक दौड़ में हैं, हम लोग एक आत्मिक लड़ाई के मैदान में हैं. तो यहाँ पर हमें विजय प्राप्त करना है तो नियमानुसार हमें सारे कामों को करना है. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ഒരു ആത്മീയ ഓട്ടത്തിലാണ് നമ്മൾ ഓടുന്നത്. ഇങ്ങനെ ഓടുവാണെങ്കിൽ നമുക്ക് നിയമം അനുസരിച്ചായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. मैं एक बार आपको शायद बताया होगा, एक बार 5-6 लोग हमारे घर में आया. वो लोग क्या बोलते हैं कि आपका घर में कोई बीमार है क्या हम बीमार लोगों को चंगाई करने का हमको वरदान है, हम मतलब प्रार्थना करने के लिए आए. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരിക്കൽ ഒരു ദിവസം 4-5 പേര് എന്റെ വീട്ടിൽ വന്നിട്ട് പറയുക, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രോഗമുള്ളവരുണ്ടോ, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും. കാരണം നമ്മൾ രോഗത്തെ മാറ്റി അനുഗ്രഹിക്കാനും അവർക്ക് സൗഖ്യം കൊടുക്കാനുള്ള കൃപാവരം നമുക്ക് ഉണ്ടെന്ന് അവർ പറഞ്ഞു. तो मैं उनको पूछा, അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, क्या आपका नया जन्म हुआ है क्या? നിങ്ങൾ വീണ്ടും ജനനം ആയിട്ടുണ്ടോ, आपने उद्धार पाया क्या? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? हमको उद्धार का कोई जरूरत नहीं. അപ്പൊ അവർ അയ്യോ നമുക്ക് രക്ഷയുടെ ആവശ്യമില്ല. आप देखो अभी उनको उद्धार क्या है उनको मालूम नहीं. അതിന് അവർക്ക് രക്ഷ എന്താന്ന് അവർക്ക് അറിയില്ല. नामधारी क्रिस्ती लोग അവർ വെറും പേരായുള്ള വിശ്വാസികളാണ്. वो मसीह परिवार में जन्म हुआ है. അവർ ചിലപ്പോൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതായിരിക്കാം. वो मसीह परिवार അവർ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരാണ്. तो परंतु उनको नया जन्म का अनुभव नहीं. എന്നാൽ അവർക്ക് വീണ്ടും ജനനം എന്താണെന്ന് അവർക്ക് അറിയില്ല. उनको उद्धार क्या है मालूम नहीं. അവർക്ക് രക്ഷ എന്താണെന്ന് അവർക്ക് അറിയില്ല. लेकिन वो बोलता है कि हम प्रार्थना करता है तो चंगाई मिलता है. हमको इतना हमको प्रभु ने दिया वो सेवा है, हम प्रार्थना करता है लोग चंगाई पाता है, इसलिए हम लोगों को मतलब बीमारों को चंगा करने के लिए निकला है. എന്നാൽ അവർ പറയുന്നത് രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അവർ പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ജനങ്ങൾക്ക് സൗഖ്യം കിട്ടും, ഈ ഇതിന്റെ വലിയൊരു കൃപാവരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, അതിന് ഈ രീതിയിലുള്ള സേവ ചെയ്യാൻ വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. अब मैंने उनको एक बात बताया, അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, देखो भाई अभी आप ये जो काम कर रहा है आपको प्रभु के साथ नाता नहीं, क्योंकि आप जब तक नया जन्म नहीं पाया, आप स्वर्गीय परिवार का सदस्य नहीं बना, प्रभु के साथ का नाता नहीं, आपको इसके पीछे जो भरमाने वाला आत्मा वो प्रभु की आत्मा नहीं, एक्चुअली शैतानी आत्मा है. क्लियर मैं उनको बताया. അപ്പൊ ഞാൻ അവരോട് സ്പഷ്ടമായിട്ട് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ തന്നെ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ ദൈവമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധനവുമില്ല. ഒരു ദൈവമായിട്ട് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കണ്ടേ, അത് നിങ്ങളായിട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ദുഷ്ടാത്മാവ് ആരാണ്, നിങ്ങൾ വഞ്ചിച്ചോണ്ടിരിക്കുവാണ്. ദൈവസന്നിധിയിൽ ഇതൊരു മൂല്യതയില്ല. ആദ്യം ദൈവത്തോട് നിങ്ങളുടെ റിലേഷൻ നിങ്ങൾ ബിൽഡപ്പ് ചെയ്യും. तो मैं उनको पूछा, अगर आप आज मर गया तो कहाँ जाएगा? അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോകും?
वो उल्टा बोलता है, कौन बोल सकता है? അപ്പൊ അവര് പറയുന്നത് ആർക്ക് പറയാൻ പറ്റും മരിച്ചാൽ ഞങ്ങൾ എവിടെ പോകുന്നത്? मतलब वो एकदम वाद में लग गया। അപ്പൊ അവർ തർക്കം ചെയ്യാൻ വേണ്ടിട്ട് വരുവാ. इतना दुख की बात है। അപ്പൊ എത്ര ദുഃഖമുള്ള കാര്യമല്ലേ? मैं उनको बहुत प्यार से पूछा, അപ്പൊ ഞാൻ അവർ സ്നേഹത്തോട് ചോദിച്ചു. मैं एक दो वचन आपको बताना चाहता ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിപ്പിക്കുന്നു. हूं। तो मैंने उनको एक दो वचन पढ़ करके सुनाया। ഞാൻ അവർക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചു കൊടുത്തു. मैं आपको भी वो बात बताता है, क्योंकि अभी देखो, अब उनको क्या लगता है, हम प्रार्थना करता है तो चंगाई होता है तो प्रभु हमारे साथ नहीं है क्या? അപ്പൊ ഈ വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. എന്താ ഞാൻ പറയാം, ഈ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരെന്തോ ചിന്തിച്ച് നമ്മൾ സൗഖ്യം തരുന്നുണ്ട്, സൗഖ്യം കൊടുക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജനങ്ങൾക്ക് സൗഖ്യം വരുന്നുണ്ട്, അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഇല്ലേ, ഇങ്ങനെ ഒരു ചിന്ത അവർ ചിന്തിക്കുന്നുണ്ട്. क्योंकि हम प्रभु यीशु मसीह के नाम पर चंगाई लेते हैं। കാരണം നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് നമ്മൾ സൗഖ്യം കൊടുക്കുന്നത്. लेकिन मैंने उनको बताया, എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, जब मतलब मत्ती के सुसमाचार उसकी 7 अध्याय, मतलब आप पढ़ेंगे थोड़ा, मत्ती के सुसमाचार उसका 7 अध्याय का 22 से 23 वचन। മത്തായി സുവിശേഷം അതിന്റെ 7-ന്റെ 22-23, മാത്യു ചാപ്റ്റർ 7 verse सिर्फ हिंदी में पढ़ेंगे, 22. आप मलयाली में पढ़ लेना। उस दिन बहुत से लोग मुझसे कहेंगे, हे प्रभु, क्या हमने तेरे नाम से भविष्यवाणी नहीं की और तेरे नाम से दुष्ट आत्मा को नहीं निकाला और तेरे नाम से बहुत से आश्चर्य कर्म नहीं किए? तब मैं उनसे खुलकर कह दूंगा, मैंने तुमको कभी नहीं जाना, हे कुकर्म करने वालों, मेरे पास से चले जाओ। देखिए यहाँ पर प्रभु यीशु मसीह, अभी देखिए वो लोगों को उनका क्या मतलब विचार था, അപ്പൊ ഇവിടെ ആൾക്കാർക്ക് എന്ത് പറ്റും, അവരുടെ മനസ്സാവസ്ഥ എന്തായിരുന്നു, അവരെന്ത് ചിന്തിച്ചോണ്ടിരുന്നത്? मतलब उन लोगों ने ये सोचा कि हम यीशु मसीह के नाम पर गाता है तो दुष्ट आत्मा भी निकल जाता है। അവർ പറയുന്നത് നമ്മൾ കർത്താവിന്റെ നാമം പറഞ്ഞപ്പോൾ ദുഷ്ടാത്മാവുകൾ ഓടിപ്പോന്നു. और वो लोगों के द्वारा बहुत से बीमार चंगाई होता है। അവർ കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനേക രോഗികൾക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്. परंतु वो लोगों को उस दिन प्रभु क्या बोलने वाला है? എന്നാൽ ആ ദിവസം കർത്താവ് അവരോട് എന്തോ പറയുന്നത്? मैं तुम्हें कभी नहीं जाना। ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും അറിഞ്ഞിട്ടില്ല. क्यों नहीं जाना? എന്തിനറിഞ്ഞിട്ടില്ല? क्योंकि प्रभु ने उनको नहीं चुना। കാരണം ദൈവം അവരെ തെരഞ്ഞെടുത്തിട്ടില്ല. प्रभु चुना है तो प्रभु के द्वारा जरूर उसमें नया जन्म होकर के प्रभु के आत्मा पा करके प्रभु के आत्मा के द्वारा वो चलता। കാരണം ദൈവം അവരെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ അവർ ദൈവത്തെ അറിയുകയും അവർ രക്ഷിക്കപ്പെടുകയും ദൈവത്തിന്റെ ആത്മാവാൽ അവർ നടക്കുകയും ചെയ്തേനെ. उनको प्रभु ने नहीं चुना। ദൈവം അവരെ തെരഞ്ഞെടുത്തിട്ടില്ല. जब यूहन्ना का सुसमाचार उसका 13 अध्याय का 18 वचन, യോഹന്നാന്റെ സുവിശേഷം 13-18 നമ്മൾ വായിക്കുമ്പോൾ, मैंने जो जिसको ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു, मैं जिनको चुना हूं उनको मैं जानता हूं, बीच में लिखा है, तेरा काट रहा। जिन्हें मैं चुन लिया है उन्हें मैं जानता हूँ। देखा, मैंने जिसको चुना है मैं उसको जानता हूँ। ഞാൻ ആരെ തെരഞ്ഞെടുത്തോ ഞാൻ അവരെ അറിയുന്നു. कितना बड़ी बात है ना? ഇത്ര വലിയ കാര്യമല്ലേ? प्रभु ने जिसको भी चुना है उनको प्रभु जानता है। ദൈവം ആരൊക്കെയോ തെരഞ്ഞെടുത്തോ അവരെ ദൈവം അറിയുന്നു. तो इसका मतलब प्रभु का चुना हुआ लोग ही प्रभु की बात मानेगा। അതായത് ദൈവം ആരൊക്കെ തെരഞ്ഞെടുത്തപ്പെട്ടോ അവർക്ക് മാത്രമേ ദൈവത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അനുസരിക്കാൻ പറ്റത്തുള്ളൂ. प्रभु ने उनको नियुक्त किया, കാരണം ദൈവമാണ് അവർക്ക് നിയുക്തം കൊടുത്തത്. परंतु कुछ और लोग उस नाम पर निकला है। എന്നാൽ ഇതേ നാമത്തിൽ നിയുക്തം കിട്ടാതെ തെരഞ്ഞെടുക്കപ്പെടാതെ തന്നെ കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ചിലവര്. आज कितने लोग ऐसे प्रचार करते हैं? ഇത് എത്ര പേര് ഇങ്ങനെ പ്രചാരം ചെയ്യാറുണ്ട്? उनका प्रचार पूरा ये दुनिया की आशीष की बात है, आनंदता की बात कुछ भी नहीं, ये दुनिया की आशीष की बात है, दुनिया की बातों पर उनको जोड़ देते हैं। അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താ? അനുഗ്രഹം പറയും. ഏത് അനുഗ്രഹം? സ്വർഗത്തിലുള്ള ഒരു കാര്യങ്ങളുടെ വിഷയത്തിലല്ല, ലോകവുമായിട്ട്, ലോകത്തിൽ അനുഗ്രഹമുണ്ട്, ലോകത്തിൽ അങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് കർത്താവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. वो लोग क्या बोलता है? അവരെന്തോ പറയുന്നത്? हमने प्रभु में विश्वास किया तो हमारा अवस्था बदल गया, हमें बहुत अच्छा वाले मेरे हाथ में मतलब वो नकली चुड़ी मतलब ये था, अभी सोने का घड़ी है, घड़ी और वो बड़ा ब्रेसलेट रिंग है, मतलब तो अभी देखो पूरा शरीर में, कान में, गले में सब सोना, देखो मैं कितना गरीब था, मुझे कितना प्रभु ने अमीर बनाया है, मतलब ये दुनिया का प्रभु ने मुझे, मैं झोपड़ी में रहता था, महल दिया, दुनिया की बातें देख करके वो लोग बहुत आनंदित है। ഇത് ഇവരുടെ സാക്ഷ്യത പറഞ്ഞത് അവർ പറയുന്നത് നമ്മൾ ആദ്യം ദരിദ്രന്മാരായിരുന്നു, നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് ഒന്നുമില്ലായിരുന്നു, എന്നാൽ നമ്മൾ കർത്താവിൽ വന്ന് അയച്ചപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, ദൈവം നമ്മുടെ അവസ്ഥ, നമ്മുടെ ദരിദ്ര അവസ്ഥയിൽ നിന്ന് മാറ്റി എനിക്ക് ധനവാനാക്കി, ഞാൻ എപ്പോഴും സ്വർണ്ണമൊക്കെ ഇടുന്ന എന്റെ നല്ല അവസ്ഥ എന്നെ മാറി, ഞാൻ ആദ്യം ചെറിയ വീട്ടിലായിരുന്നു, ഇപ്പൊ ദൈവം എന്നെ വലിയ ആവിശാലമായ വലിയ വീടുകളേക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ, ലോകമായിട്ടുള്ള വലിയ വലിയ അനുഗ്രഹം ദൈവം നമുക്ക് തന്നു എന്ന് പറഞ്ഞ് അവർ പറയും.
वे लोग दुनिया की प्रेम में डूब गया। അവർ ലോകത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അവർ വീണുപോയി. അതിൽ നിന്ന് അതിൽ ആയിരിക്കുക. वो आनंदता के बारे में उनको कुछ भी दर्शन नहीं या प्रकाश नहीं या ज्ञान नहीं। നിത്യതയെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് അറിയത്തില്ല, അവരുടെ ദർശനമില്ല. ആ കാര്യം അവർ ഒരു കാര്യം അവർക്ക് അറിയത്തില്ല. छोटी छोटी बाधा आ गया तो वो दुखी और निराश हो जाता है। ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നാൽ പെട്ടെന്ന് അവർ ദുഃഖിച്ചു പോകും. प्रियो, आज आप एक विजय जीवन बिताते हैं। അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് നിങ്ങൾ യഥാർത്ഥമായ വിജയകരമായ ജീവിതം ജീവിക്കുന്നുണ്ടോ? वो स्वर्गीय अनुग्रह में आप संपन्न हैं। ഇത് ആ സ്വർഗീയ കാര്യത്തിലുള്ള വിഷയത്തിൽ നിങ്ങൾ ധനവാനാണോ? एक बात आप जानना, ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, ये सत्य वचन या प्रभु का वो नियम अगर नहीं जानेगा वहां पर सब धोखा हो जाएगा। ഈ സത്യവചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമം എന്താണ്, വചനം എന്തെന്ന് അറിയുന്നില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും. अभी मैंने उन भाइयों को ये बात समझाया तो वो लोग बहुत दुखी होकर चला गया। ഈ കാര്യങ്ങൾ വന്ന സഹോദരന്മാരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ദുഃഖിച്ചു പോയി. आप नया जन्म नहीं पाएगा, आप स्वर्ग राज्य में प्रवेश नहीं करेगा, ये बात समझाया तो वो दुखी हो गया। നിങ്ങൾ പുതിയ ജന്മം നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ കയറത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വിഷമിച്ച് ദുഃഖിച്ചു പോയി. मैं उनको बोला, इस जीवन में आप एक गवाही दे सकता है कि मैं मृत्यु को पार करके मैं आनंद जीवन में हूँ, लेकिन वो बात जब यूहन्ना का सुसमाचार 5:24 वचन आपको याद होगा। യോഹന്നാന്റെ സുവിശേഷം 5:24 വചനം അനുസരിച്ച് ഈ ലോകത്തിൽ തന്നെ നമുക്ക് നിശ്ചയമായിട്ട് പറയാൻ പറ്റും, ഈ ഭൂമിയിൽ നിന്ന് ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ, ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ ഞാൻ നിത്യതയിൽ കാണും, കാരണം നിത്യജീവൻ എന്റെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ സാക്ഷ്യം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധന്മാർ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയണം. आप मैं सिर्फ अभी हिंदी में पढ़ाएगा यूहन्ना उसके 5:24 वचन। John 5:24 मैं तुमसे सच सच कहता हूँ, जो मेरा वचन सुनकर मेरे भेजने वाले पर विश्वास करता है अनंत जीवन उसका है और उस पर दंड की आज्ञा नहीं होती, परंतु वह मृत्यु से पार होकर जीवन में प्रवेश कर चुका है। एक नया जन्म पाया हुआ व्यक्ति निश्चय बहुत हिम्मत के साथ ये बात बता सकता है, मैं आज मर गया तो मैं प्रभु के साथ स्वर्ग में रहेगा। അപ്പൊ ഒരു വിശ്വാസി, യഥാർത്ഥ രക്ഷിക്കപ്പെട്ട വിശ്വാസി വ്യക്തി അവർ ധൈര്യത്തോടെ പറയാൻ പറ്റും, ഇന്ന് ഞാൻ മരിച്ചു പോയാൽ ഞാൻ തീർച്ചയായിട്ടും കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ കൂടെ നിത്യതയിൽ നിത്യജീവൻ നിറഞ്ഞ് ഞാൻ കാണും. यदि अगर आपका नया जन्म हुआ है तो നിങ്ങളുടെ പുതിയ ജന്മം ആയാലേ ഉള്ളൂ. यदि आप उद्धार पाया है, യഥാർത്ഥത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലേ ഉള്ളൂ. यदि आपका पाप क्षमा आपको मिला है तो നിങ്ങൾക്ക് പാപക്ഷമ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ. प्रभु का सुसमाचार सुन करके अगर आपने आपका दिल में प्रभु यीशु मसीह को अपना प्रभु मानकर उद्धारकर्ता के रूप में अगर ग्रहण किया है तो നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ കർത്താവ് ഈ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവായിട്ട് നിങ്ങൾ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തവർ മാത്രമേ അവർക്ക് ആകത്തുള്ളൂ. वो लोगों के अंदर प्रभु यीशु मसीह है, കാരണം അവർ ഈ ജനങ്ങളുടെ ഉള്ളിൽ കർത്താവ് യേശുക്രിസ്തു ഉണ്ട്. उनको अनंत जीवन मिला है, അവർക്ക് നിത്യജീവൻ കിട്ടിയിട്ടുണ്ട്. आपको मालूम है ये दुनिया का सारा जीवन में सबसे श्रेष्ठ जीवन है मनुष्य का जीवन। നമുക്കറിയാലോ, ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നത ഒരു ജീവിതമാണ് മനുഷ്യന്റെ ജീവിതം. सारा सृष्टि में सबसे ऊंचा जीवन मनुष्य का जीवन। ഈ സൃഷ്ടിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവികളിലും മനുഷ്യ ജീവനാണ് ഏറ്റവും ശ്രേഷ്ഠ ജീവിതം. परंतु मनुष्य जीवन से हम ईश्वरीय जीवन नहीं बिता सकता। എന്നാൽ മനുഷ്യ ജീവനം ഉണ്ടായിട്ട് നമ്മൾ ദൈവീയ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. एक बंदर मनुष्य का जीवन नहीं बिता सकता। ഒരു കുരങ്ങൻ മനുഷ്യന്റെ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. बंदर को मनुष्य जीवन जीना है तो बंदर को मनुष्य जीवन मिलना चाहिए। ഒരു കുരങ്ങന് മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ മനുഷ്യ ജീവൻ അവന് കിട്ടണം. क्योंकि जीवन में उसका स्वभाव है, കാരണം ജീവനിലാണ് സ്വഭാവം ഇരിക്കുന്നത്. इसी प्रकार അതേപോലെ अगर हम एक ईश्वरीय जीवन बिताना है तो നമുക്കൊരു ദൈവീയ ജീവൻ നമുക്ക് ജീവിക്കണമെങ്കിൽ हमें जीवन मिलना, ईश्वरीय जीवन। അതുകൊണ്ട് ദൈവത്തിന്റെ ജീവൻ കിട്ടണം. ईश्वरीय जीवन कैसे मिलेगा? ദൈവത്തിന്റെ ജീവൻ എങ്ങനെ കിട്ടും? ईश्वरीय जीवन जब प्रभु यीशु मसीह को ग्रहण करने के द्वारा मिलेगा। ദൈവത്തിന്റെ ജീവനോ കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നമുക്ക് കിട്ടും. आपको समझ में आया? നിങ്ങൾക്ക് മനസ്സിലായോ? आपका रास्ता बताता हूं। അതുകൊണ്ട് ആ വഴി ഞാൻ പറയാവാ. യോഹന്നാൻ 3:36 യോഹന്നാൻ സുവിശേഷം 3:36 जो पुत्र पर विश्वास करता है अनंत जीवन उसका है। क्या है? और आपने सुना? അത് നിങ്ങൾ കേട്ടോ? പുത്രനെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. आपने क्या सुना? നിങ്ങൾ എന്തോ കേട്ടെ? യോഹന്നാൻ का सुसमाचार 3 अध्याय का 36 वचन में अभी आपने क्या सुना? യോഹന്നാന്റെ സുവിശേഷം 3:36 വായിച്ചപ്പോൾ നിങ്ങൾ ഇപ്പോ എന്തോ കേട്ടെ? जो प्रभु यीशु मसीह पर विश्वास किया। ആരൊക്കെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചോ? क्या विश्वास किया? അവർ എന്തോ വിശ്വസിച്ചേ? प्रभु यीशु मसीह ही एकमात्र उद्धार करता है। കർത്താവ് യേശുക്രിസ്തു മാത്രമേ ഏകനായ രക്ഷകനാണ്. प्रभु यीशु मसीह मैं
मेरे पापों को लेकर मेरे लिए सूली पर मरा है। കർത്താവ് യേശു ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ക്രൂശിൽ പോയി മരിച്ചു. प्रभु यीशु मसीह मृतकों से तीसरा दिन जी उड़ा എന്റെ है। കർത്താവ് യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് മൂന്നാം ദിവസം അവൻ ജീവിച്ചു. वो मेरा प्रभु है। അവൻ എന്റെ കർത്താവാണ്. ये आपने जो भी विश्वास किया, प्रभु का वचन कहता है उसको अनंत जीवन मिल गया है। ഈ കാര്യങ്ങൾ ആരൊക്കെ യഥാർത്ഥമായി വിശ്വസിക്കുന്നു ആ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. अनंत जीवन सिर्फ प्रभु को है। നിത്യജീവൻ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ये अनंत जीवन प्रभु का जीवन है। ഈ നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജീവനാണ്. वो जीवन प्रभु यीशु पर विश्वास करने के द्वारा, प्रभु यीशु मसीह आपके जीवन में आने के द्वारा आपका बन जाता है। ഈ നിത്യജീവൻ കർത്താവ് യേശു ക്രിസ്തുവിലായോണ്ട് ഈ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ട് ഈ നിത്യജീവനെ നിങ്ങളുടേതായി. आप देखिए, जब आप नया जन्म पाता है, അതുകൊണ്ട് നിങ്ങൾ പുതിയ വീണ്ടും ജനിക്കുമ്പോൾ नया जन्म पाता है तो कैसे पाता है? വീണ്ടും ജനനം ആകുമ്പോൾ അതെങ്ങനെ ആകുന്നത്? आत्मा के द्वारा। ആത്മാവ് മുഖാന്തരമാണ്. आत्मा के द्वारा जब नया जन्म पाता है, ആത്മാവ് മുഖാന്തരം നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ आत्मा के द्वारा, इसके बाद आपको ये भी एक डाउट आएगा, ये आत्मा के द्वारा नया जन्म क्या है? ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ചിന്ത വരുന്നത് ഈ ആത്മാവിൽ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താ? मैं आपको बहुत सरल रूप में आपको बताता हूँ। അതായത് അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് बच्चा भी समझ सकता ഒരു है। കൊച്ചു കുട്ടിയും ഇത് മനസ്സിലാക്കാൻ पറ്റും. है ना? पहला पत्रोस उसका पहला अध्याय का 23 वचन में ये जो नया जन्म का बारे में जो बताया, आत्मा के द्वारा नया जन्म, वो कैसा है? ये वचन आप सुन करके ग्रहण करने के द्वारा। അത് 1 പത്രോസ് 1:23 നമ്മൾ വായിക്കുമ്പോൾ ഫസ്റ്റ് പീറ്റർ 1:23 വായിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിച്ചാൽ അവർ ഈ ആത്മാവാൽ വീണ്ടും ജനിച്ചു. हाँ, आप आत्मा के द्वारा नया जन्म पाना तो ये कोई कसरत का बात नहीं, कोई आमेन। बड़ा परिश्रम की बात नहीं, आमेन। ये समझने के लिए कोई दिक्कत नहीं, आमेन। बहुत सरल रूप है। आपको ये जो बात आपको बता रहा है, ये सत्य बात, प्रभु का बात जान करके अगर आप ग्रहण करेंगे, आपका नया जन्म हो जाएगा। അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിൽ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമല്ല, അത് വലിയ കഷ്ടമുള്ള കാര്യമല്ല. കാരണം നിങ്ങൾ ഈ പറയപ്പെട്ടത് വചനം നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ആത്മാവിൽ രക്ഷിക്കപ്പെട്ടു. हाँ, तब तुम्हारा नया जन्म आत्मा के द्वारा नया जन्म हो जाएगा। आप पढ़ सुनिए पहला पत्रोस पहला अध्याय 23। അപ്പൊ വചനത്തിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ജനനം നടക്കും. അത് 1 പത്രോസ് 1:23 ഫസ്റ്റ് പീറ്റർ 1:23. क्योंकि तुमने नाशवान नहीं पर अविनाशी बीज से परमेश्वर के जीवित और सदा ठहरने वाले वचन के द्वारा नया जन्म पाया है। देखा, अभी प्रभु यीशु मसीह ने यूहन्ना 3:5 में जो जल और आत्मा के द्वारा नया जन्म पाते बिना परमेश्वर के राज में प्रवेश नहीं करेगा करके जो बताया, वो बात पत्रोस यहाँ पर बहुत सरल रूप में मतलब हमें समझाता है। वचन को इसको स्वीकारने के द्वारा आपने नया जन्म पाया है। നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3:5 നമ്മൾ വായിക്കുവാണെങ്കിൽ കർത്താവോട് പറയുന്നത് ആത്മാവിലാലും വെള്ളത്താലും ആത്മാവിലാലും ജനിച്ചാലേ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നുള്ള ആ കാര്യം ഇപ്പൊ നമ്മൾ 1 പത്രോസ് 1:23 നമ്മൾ വായിച്ചു. ആ വചനത്താലാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. एक बात आप जरूर जानना, അതൊരു പ്രിയപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, इससे पहले भी नया जन्म के बारे में आपको और मतलब संदेश में बताया, मैं इसलिए उसको ज्यादा विस्तार से अभी यहाँ पर नहीं बोलता। വീണ്ടും ജനനത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യത്തെ സന്ദേശത്തിലെങ്കിലും അനേക പ്രാവശ്യം ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു അതേ ഞാൻ വിശദീകരിക്കുന്നില്ല. क्योंकि कई लोग आत्मा और जल जो बोला है प्रियो, ये आत्मा और जल ये दोनों प्रभु का वचन है। നമുക്ക് അറിയണം ജലത്താലും ആത്മാവിനാലും ജനിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ദൈവത്തിന്റെ വചനത്തെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. इसमें भी अगर आपको कोई संदेह है तो आप मुझे फोन कीजिए, मैं आपको बहुत सरल रूप में समझाएगा। ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സന്ദേഹം ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കണം. വിളിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. क्योंकि कई लोग बोलते हैं कि ये पानी जो बोला वो बपतिस्मा है और आत्मा जो बोला वो बपतिस्मा लेने के टाइम पर होने वाला कार्य है। नो 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 नो, ऐसा नहीं है। ये सब वचन क्लियर बात बोला, वचन के द्वारा ही नया जन्म है। കാരണം ഇവിടെ പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും. വെള്ളത്താൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ, ആത്മാവിനാൽ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ പരിശുദ്ധാത്മ നിങ്ങൾ ഇതിൽ ക്രിയ ചെയ്യും, അപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവര്, വചനത്താൽ നമ്മൾ വചനം വായിച്ചാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം വചനത്തിൽ എഴുതിയിട്ടുണ്ട്. इसका बारे में बहुत लोग बहुत गलत प्रकार उसको मतलब व्याख्या करता है, वचन का अज्ञानता है। പ്രിയപ്പെട്ടവർ, കാരണം ഈ വചനം വായിച്ചിട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും തെറ്റായ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അത് അവരുടെ അജ്ഞാനത്തെ കാരണം കൊണ്ടാണ്. आप सही रीति में आप ये जरूर जानना, अगर आपका नया जन्म हुआ है तो അതൊരു പ്രിയപ്പെട്ടവർ ശരിക്കും അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ आपने अनंत जीवन पाया, നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടിയിട്ടുണ്ട്. आप मृत्यु को पार करके जीवन में प्रवेश किया। നിങ്ങൾ മരണത്തിൽ നിന്ന് നിങ്ങൾ മാറി
നിത്യജീവിതത്തിൽ ജീവനോട് പ്രവേശിച്ചു കഴിഞ്ഞു. बोलने का अर्थ नरक की सजा से आप बच गया. അതിന് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നരകത്തിന്റെ ആ ദണ്ഡനീയ അവസ്ഥയിൽ നിന്ന് മാറി കഴിഞ്ഞു. प्रभु के राज्य में आप प्रवेश कर चुके हैं. ദൈവത്തിന്റെ രാജ്യത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു. इसमें कोई संदेह नहीं. ഇതിൽ ഒരു കാര്യത്തിൽ ഡൗട്ടില്ല. परंतु बहुत चिन्ह चमत्कार करने वाले लोगों को भी ये नहीं मालूम है कि मतलब मेरा उद्धार हुआ है क्या, मैं कहाँ जा रहा है. എന്നാൽ ഇന്ന് അനേക ചിഹ്ന ചമത്കാര അത്ഭുത പ്രവർത്തികൾ ചെയ്തവർക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകും, നിത്യത എന്റെ അവസ്ഥ എന്താന്ന് അവർക്ക് അതുപോലും അറിയത്തില്ല. मुझे ऐसा भी कई लोग मिला है कि अपने आप को पास्टर बोलते हैं, तो मरने के बाद कहाँ जाएगा उनको भी मालूम नहीं. ഞാൻ ചില പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് പാസ്റ്ററാണ് അവർ പറയും, എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ നിത്യത അവരുടെ എവിടെയാണ് അതുപോലും അവർക്ക് അറിയത്തില്ല. कितना दुखदायक बात है. അയ്യോ, അത് എത്ര വലിയ ദുഃഖമുള്ള കാര്യമല്ലേ. अंधा दूसरे अंधों को अगुवाई करेगा, दोनों गिट्टे में जाएगा, कौन बचेगा. ഒരു കണ്ട് കാണാത്തവൻ മറ്റേ കണ്ട് കാണാത്തവരെ അവർ വഴി കാണിച്ചു തന്നാൽ എല്ലാരും കുഴിയിൽ തന്നെ വീഴത്തില്ലേ. Praise the Lord. Amen. परंतु യോഹന്നാൻ इस बात को क्लियर करने के लिए पत्रों में भी वो लिखता है. എന്നാൽ യോഹന്നാൻ ഈ കാര്യങ്ങൾ എനിക്ക് വിശുദ്ധമായിട്ട് മനസ്സിലാപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ലേഖനങ്ങളിലും പറയുന്നുണ്ട്. मैं आपको वो भाग पढ़ाऊं. ആ വാക്കുകൾ ഞാൻ വായിപ്പിക്കാം. देखिए, आपको कोई संदेह नहीं होना. നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ആകില്ലേ. जब पहले യോഹന്നാൻ 5 अध्याय उसका 11 से 13 तक का वचन में 1 യോഹന്നാൻ 5:11 തൊട്ട് 13 വരെ, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5 verse 11 to 13. आप बहुत ध्यान से पढ़िएगा. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വായിക്കണേ. पहला യോഹന്നാൻ 5 अध्याय 11 से 13. 1 യോഹന്നാൻ 5:11 തൊട്ട് 13 വരെ. और गवाही यह है कि परमेश्वर ने हमें अनंत जीवन दिया है. अरे क्या बोलते हैं वचन. അപ്പൊ സാക്ഷ്യം എന്താണ്? ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. किसको मिला है. ഇത് ആർക്ക് കിട്ടി? जो प्रभु से जन्मा उनको मिला. ദൈവത്താൽ ജനിക്കുന്നവർക്ക് ഈ നിത്യജീവൻ കിട്ടി. अभी तक मैं तो वही तो बोल रहा था. ഇത്രയും നേരമായിട്ട് അതല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. इसके बाद आपको अनंत जीवन मिला है कि नहीं. അതുകൊണ്ടോ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇതുവരെ നിത്യജീവൻ കിട്ടിയിട്ടുണ്ടോ? हमने अभी യോഹന്നാൻ 3:36 में पढ़ा था ना. യോഹന്നാൻ 3:36 നമ്മൾ വായിച്ചതല്ലേ. जिसके पास पुत्र है उसके पास अनंत जीवन है. ആരുടെ പുത്രനുണ്ടോ അവരിൽ നിത്യജീവനുണ്ട്. प्रेज़ द लॉर्ड. ആമേൻ. आपको पुत्र मिल गया ना. നിങ്ങൾക്ക് പുത്രൻ കിട്ടിയോ? आपने प्रभु यीशु मसीह को स्वीकारा ना. കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചല്ലോ. प्रभु यीशु मसीह आपके अंदर आ गया. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ऐसे लोगों के बारे में ये वचन कहता है. ഇത് ഈ പ്രകാരമുള്ള ആൾക്കാരെ പറ്റിയിട്ട് വചനം പറയുന്നത്. ध्यान से और सुनिए उसका क्या है वचन. ശ്രദ്ധിച്ച് കേൾക്കണേ. 11ാം വാക്യത്തിൽ और वह गवाही यह है कि परमेश्वर ने हमें अनंत जीवन दिया है. देखिए, परमेश्वर ने हमें अनंत जीवन दिया. कैसे दिया आगे देखिएगा. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. അത് എങ്ങനെ തന്നു നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ और ये जीवन उसके पुत्र में है. हाँ, देखा ये अनंत जीवन कहाँ पर है. ഈ നിത്യജീവൻ എവിടെയാണ്? ये अनंत जीवन प्रभु यीशु मसीह में है. ഈ നിത്യജീവൻ കർത്താവ് യേശു ക്രിസ്തുവിലാണ്. वो पुत्रों में है. ആ പുത്രനിലാണ്. अगर आपने प्रभु यीशु मसीह को अगर अपना दिल में स्वीकारा है, നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിനെ ആ പുത്രനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ आप एक मसीह परिवार में जन्मा इसलिए प्रभु नहीं मिलेगा. നിങ്ങൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം കിട്ടി, അങ്ങനെയല്ല. आप मंदिर में जाने से नहीं मिलेगा. നിങ്ങൾ ഏതെങ്കിലും ആലയത്തിൽ പോയോണ്ട് അങ്ങനെയല്ല. आप बाइबल पढ़ने से नहीं നിങ്ങൾ मिलेगा. ബൈബിൾ വായിച്ചു അതുകൊണ്ട് അങ്ങനെയല്ല. आप जब तक ये सुसमाचार सुन करके प्रभु यीशु मसीह ही मसीहा है या प्रभु है ये जान करके प्रभु को अपने दिल में स्वीकारेगा, तभी यीशु मसीह आपका जीवन में है. സുവിശേഷ മുഖാന്തരം നിങ്ങൾ വിശ്വസിക്കണം. യേശു ക്രിസ്തു തന്റെ കർത്താവാണ്, അവൻ തന്നെ രക്ഷകനാണ്, അവൻ തന്നെ രക്ഷിക്കാൻ ബദ്ധതാണ്. ഈ കാര്യത്തിൽ രക്ഷ കിട്ടാതെ നിങ്ങൾ രക്ഷിക്കപ്പെടത്തില്ല. Praise the Lord. ആമേൻ. ऐसा जो नया जन्म पाया ഈ രീതിയിൽ രക്ഷിക്കപ്പെട്ടവർ उनमें मसीह आ गया. അവരിൽ ദൈവം ക്രിസ്തു വന്നു കഴിഞ്ഞു. उन्हें विश्वास किया. ഈ കാര്യം നിങ്ങൾ വിശ്വസിച്ചല്ലോ. विश्वास करने वालों में मसीह रहता है. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ക്രിസ്തു അവരിൽ വസിക്കുന്നല്ലോ. अभी ये बात थोड़ा आगे पढ़िएगा. ഇനി മുമ്പോട്ട് വായിക്കുമ്പോൾ जिसके पास पुत्र है उसके पास जीवन है. हाँ, देखिए अभी आपको ये बात को जानना है, आपके पास यीशु मसीह है क्या അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയണം കർത്താവ് നിങ്ങളിൽ ഉണ്ടോ എന്ന്. है. जिसके पास पुत्र है उसके पास जीवन है. ആരിൽ പുത്രനുണ്ടോ അവരിൽ ജീവനുണ്ട്. क्योंकि पुत्र में अनंत जीवन है. കാരണം പുത്രനിലാണല്ലോ നിത്യജീവൻ. वो पुत्र आज हमारे में है तो हम अनंत जीवन पाए हुए लोग हैं. ആ പുത്രൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ നിത്യജീവൻ നമ്മൾ കിട്ടിക്കഴിഞ്ഞു. कई बार क्या लोग सोचता है कि मरने के बाद शायद अनंत जीवन मिलेगा. ചിലവർ എന്താ വിചാരിക്കുന്നത്, ഹോ മരിച്ചു കഴിഞ്ഞിട്ട് ദൈവം നമുക്ക് നിത്യജീവൻ തരും. അങ്ങനെയല്ല. कई क्रिस्तीय मंडली ये भी सिखाता है मरने के बाद फिर पवित्र बन जाता है. അത് ചില ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലേ നിങ്ങൾ വിശുദ്ധന്മാരാകുള്ളൂ. वो भी उनके नाम पर कुछ चमत्कार होना चाहिए. അതും അത് അവരുടെ നാമത്തിൽ എന്തോ ചില അത്ഭുത കാര്യം നടന്നാലേ ഉള്ളൂ.
कितना दुख की बात है ना, എത്ര ദുഃഖമുള്ള കാര്യമല്ലേ? वचन का अज्ञानता। അത് വചനം ശരിക്കും അറിയാത്തോണ്ടല്ലേ? ये जो भी पत्र लिखा सब जीवित पवित्र लोगों को लिखा। കാരണം ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ജീവനുള്ളവരും വിശുദ്ധരായുള്ളവരോടാണ് എഴുതിയിരിക്കുന്നത്. अब हर एक पत्र का शुरुआत पढ़कर देखिए, നമ്മളെല്ലാം ലേഖനങ്ങളിൽ തുടക്കത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ कुरिन्थ की पवित्र लोगों को लिखता है, കൊരിന്ത്യന്റെ വിശുദ്ധന്മാരോട് എഴുതിയിരിക്കുന്നു, गलातियों के पवित्र लोगों को लिखता है, ഗലാത്യന്റെ വിശുദ്ധന്മാരോട് എഴുതുന്നു, रोम की पवित्र लोगों को लिखता है, റോമിലുള്ള വിശുദ്ധന്മാരോട് ഞാൻ എഴുതുന്നു, एफेसस के पवित्र लोगों को लिखता है। എഫെസ്യന്റെ വിശുദ്ധന്മാരോട് ഞാൻ എഴുതുന്നു. सारे पत्र यहाँ पवित्र लोगों के लिए लिखा, എല്ലാ ലേഖനങ്ങളും വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. जीवित लोगों के लिए। അത് ജീവൻ പ്രാപിച്ചവരോട് പറയുന്നത്. Praise the Lord। ആമേൻ. इसलिए कुछ गलत उपदेशों में आप मत फंसे। അതുകൊണ്ട് തെറ്റായ ഉപദേശത്തിൽ നിങ്ങൾ വീഴല്ലേ. अगर आपने जब उद्धार पाया, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ आप पवित्र जन है, നിങ്ങൾ ഓൾറെഡി വിശുദ്ധനാണ്. आप मरने के बाद कोई बोलने की जरूरत नहीं, प्रभु ने आपको पवित्र किया है। तो फिर अभी कोई इंसान आपको पवित्र करके घोषणा करने से आपको क्या मिलेगा? മരിച്ചു കഴിഞ്ഞിട്ട് ജനങ്ങൾ പറയുവാണ് ഇയാൾ എത്ര വിശുദ്ധനാണ്, അങ്ങനെ പറയുന്നതല്ല. ജീവിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ദൈവം തന്നെ ഓൾറെഡി ഘോഷിച്ചു കഴിഞ്ഞു നിങ്ങൾ വിശുദ്ധന്മാരാണെന്ന്. പിന്നെ എന്തിനാ മനുഷ്യന്മാർ പറയാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നത്? प्रियो, आप यहाँ पर अगर आप पवित्र जीवन नहीं बिताया, आप पवित्र किया नहीं गया, तो आपके पास अनंत जीवन भी नहीं, फिर आगे जाकर के कैसे आप मतलब पवित्र बनेगा? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ വിശുദ്ധരായില്ലെങ്കിൽ, വിശുദ്ധ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ, നിത്യജീവൻ കിട്ടത്തില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ കിട്ടും? Praise the Lord। ആമേൻ. तो अभी यहाँ पर वचन गाता है, അപ്പൊ ഇവിടെ വചനം പറയുന്നത് जिसके पास परमेश्वर का पुत्र है या प्रभु यीशु मसीह है, उसके पास अनंत जीवन है। പുത്രനുള്ളവൻ അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ഉള്ളവൻ നിത്യജീവനുണ്ട്. अभी आगे बढ़िए। और जिसके पास परमेश्वर का पुत्र नहीं, उसके पास जीवन भी नहीं है। देखिए, जिन्होंने प्रभु अभी सही बात है, हमारे पास आया हुआ वो 6 भाई लोग क्या बोलते हैं, हमको मालूम नहीं मरने के बाद कहाँ जाएगा। നമ്മുടെ അടുത്ത് വന്ന 6 സഹോദരന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അറിയത്തില്ല. അവർ പറയുന്നത് നമ്മൾ മരിച്ചാൽ നമ്മൾ എവിടെ പോകും നമുക്ക് അറിയത്തില്ല എന്നാ അവർ പറഞ്ഞത്. क्यों? അവരെന്താ അങ്ങനെ പറഞ്ഞത്? क्योंकि उन्होंने पुत्र को नहीं पाया, കാരണം അവർ ഇതുവരെ പുത്രനെ പ്രാപിച്ചിട്ടില്ല, उन्होंने अभी तक उद्धार नहीं അവർ पाया। ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. प्रियो, जब तक आप उद्धार नहीं पाएगा आपको ये निर्णय नहीं रहेगा। അതുകൊണ്ട് പ്രിയപ്പെട്ട, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് അറിയത്തില്ല. अरे तो उद्धार पाया हुआ व्यक्ति को कोई संदेह ही नहीं, എന്താ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു വിശ്വാസിക്ക്, ഒരു വ്യക്തിക്ക് ഇതിൽ ഒരു ഡൗട്ടും കാണത്തില്ല. क्योंकि प्रभु कभी धोखा नहीं देता। അത് ദൈവം ഒരിക്കലും ചതിക്കത്തില്ല. प्रभु ने उनका पाप क्षमा करके अपना पुत्र होकर के प्रभु ने हमको स्वीकारा। ദൈവം അവരുടെ പാപത്തിന്റെ അവരെ ക്ഷമിച്ചിട്ട് അവരുടെ പാപത്തെ മാറ്റിയിട്ട് ആ ദൈവത്തിന്റെ പുത്രനാക്കി മാറ്റി. और ये वचन कहता है, ഇത് വചനമാ പറയുന്നത്. और आगे, എന്നിട്ട് മുമ്പേ मैं तुम्हें जो परमेश्वर के पुत्र के नाम पर विश्वास करते हो। देखिए, प्रभु यीशु पर विश्वास करने वालों को യോഹന്നാ और भी एक बात यकीन दिला करके समझाना चाहता है। आगे देखना, ഞാനിത് എഴുതിയിരിക്കുന്നത് ദൈവപുത്രനെ വിശ്വസിക്കുന്നവരോട്. അപ്പൊ ആരൊക്കെ ദൈവത്തിനെ വിശ്വസിക്കുന്നോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം യോഹന്നാൻ പിന്നെ പറയുക. इसलिए लिखा है कि तुम जानो हाँ, इसलिए लिखा है तुम जानो, ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് कि अनंत जीवन तुम्हारा है। प्रियो, अनंत जीवन तुम्हारा है, मतलब तुम्हारे पास अनंत जीवन है। നിത്യജീവൻ നിങ്ങളുടേതാണ്, നിങ്ങളിൽ ഉണ്ടെന്ന് ആ കാര്യം നിങ്ങൾ അറിഞ്ഞോ? Praise the Lord। अभी मेरा इस पॉकेट में अभी मैंने ये पेन डाला है। अभी आप कोई मेरे को पूछेगा आपके पास पेन नहीं है क्या? नहीं, मुझे तो नहीं लगता मेरे पास पेन नहीं। ഉദാഹരണമായിട്ട് ഞാൻ ഒരു പേന എന്റെ പോക്കറ്റിൽ ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ആരോ എന്നോട് വന്ന് ചോദിക്കുക, സാറേ ഒരു പേന ഉണ്ടോ എന്ന്. അപ്പൊ ഞാൻ എന്തോ പറഞ്ഞത്, എനിക്ക് തോന്നുന്നില്ല എന്റെ കയ്യിൽ പേന ഇല്ലാന്ന്. അങ്ങനെ പറയുവാണെങ്കിലോ ऐसे बोलेगा क्या? നമ്മൾ അങ്ങനെ പറയുമോ? नहीं बोलेगा। ഒരിക്കലും പറയില്ല. मेरे पास है तो मुझे मालूम है। എന്റെ കയ്യിൽ പേന ഉണ്ടെങ്കിൽ ഞാൻ അത് അറിയും എന്റെ കയ്യിൽ ഉണ്ടെന്ന്. Praise the Lord। Praise the Lord। प्रियो, अगर आपने प्रभु को अपना दिल दिया है तो നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുത്തേക്കുവാണെങ്കിൽ, नंबर 1 बात जब आपको याद होगा, दूसरा कोरिन्थी 5 अध्याय का 17 वचन क्या बोलता है? 2 കൊരിന്ത്യർ 5:17 നമ്മൾ എന്താ വായിക്കുന്നത്? 2 കൊരിന്ത്യർ 5:17, यदि जो कोई मसीह यीशु में है वो नया सृष्टि है, पुराना सारे बात बीत गया, देखो सब कुछ नया बन गया। दूसरा कोरिन्थी 5 अध्याय 17 वचन। 2 കൊരിന്ത്യർ 5:17, ക്രിസ്തുവിലുള്ളവർ പുതിയ സൃഷ്ടി, ഇതാണ് പഴയതെല്ലാം മാറിപ്പോയി, ഇതാ നോക്ക് എല്ലാം പുതിയതായിരിക്കുന്നു. आमीन। इसलिए यदि कोई मसीह में है तो वह नई सृष्टि है, पुरानी बातें बीत गई, देखो सब बातें नई हो गई हैं। देखो सब बातें नए हो गया। നോക്കൂ എല്ലാം പുതിയതായിരിക്കുന്നു. तो बोलने का अर्थ क्या है? അപ്പൊ പറയുന്ന ഉദ്ദേശം എന്താണ്? हमारे जीवन में
हमको ये बात को जानना है कि मेरा नया जन्म हुआ है कि नहीं, मेरा मसीह जीवन का दौड़ आरंभ हुआ है कि नहीं, क्योंकि नया जन्म के बाद में हमारा नया मतलब ये दौड़ शुरू होता है. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ അറിയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടതാണോ, നമ്മൾ ഈ വിശ്വാസി ജീവിതത്തിന്റെ ഓട്ടം തുടങ്ങിയിട്ടുണ്ടോ? കാരണം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലേ ഈ വിശ്വാസിയുടെ ഓട്ടം തുടങ്ങത്തുള്ളൂ. Praise the Lord. അതെ, जब तक हम हमारा उद्धार नहीं हुआ, हमारा नया जन्म नहीं हुआ, हमारे प्रभु की आत्मा नहीं पाया, हमारा दौड़ एक मसीह दौड़ आरंभ ही नहीं हुआ. ഇതരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ദൈവ ആത്മാവ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇതരെ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടം നമ്മുടെ ഇതിനെ തുടങ്ങിയിട്ടില്ല. तो इसका मतलब हमें प्रभु चुना होना चाहिए. അതുകൊണ്ട് ദൈവം നമ്മൾ തെരഞ്ഞെടുക്കണം. प्रभु ने हमें ये नया जन्म का अनुभव देना चाहिए. ദൈവം നമുക്ക് ഈ പുതിയ ജനനത്തിന്റെ അനുഭവം നമുക്ക് തരണം. ये सब प्रभु अपने वचन के द्वारा जिसको प्रभु चाहता है उनके पास प्रभु ये संदेश भेज देता है. ഇത് ദൈവത്തിന് ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും ദൈവം അവർക്ക് ഈ വചനം അവർക്ക് കൊടുക്കും. आपको मालूम है कि मतलब जब भी ये वचन आएगा सब लोग उसको नहीं ग्रहण करेंगे. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, ഈ വചനം പറയുമ്പോൾ എല്ലാവരും ഇതിനെ സ്വീകരിക്കത്തില്ല. कौन सा ग्रहण करेगा? അത് ആരാ സ്വീകരിക്കുന്നത്? जब प्रेरितों का काम उसका 13 अध्याय का 48 वचन, അപ്പോസ്തല പ്രവൃത്തി 13:48 उसकी आखिरी में लिखा है, അതിന്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട്, നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. जितने अनंत जीवन के लिए ठहराए गए थे उन्होंने विश्वास किया. हाँ, देखो आप शायद ये वचन सुनने के बाद में आपको विश्वास नहीं होता होगा. കാരണം നിങ്ങൾ ഈ വചനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളിൽ വിശ്വാസം വരുന്നില്ലായിരിക്കും. इसका मतलब क्या है? അതിനർത്ഥം എന്താ? बुलाहट नहीं है. വിളി കിട്ടിയിട്ടില്ല. Praise the Lord. आपको प्रभु ने नहीं चुना. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടില്ല. प्रियो, एक व्यक्ति इस वचन सुनने के समय में वो व्यक्ति के दिल में तड़प होता है, ओ मुझे प्रभु चाहिए, मुझे प्रभु के साथ जीना है, मुझे पवित्र जीवन बिताना है, मुझे प्रभु को प्रसन्न करके जीना है. वो इस बात के लिए उनके अंदर एक दिल में एक तड़प आएगा. तड़प. അതൊരു പ്രിയപ്പെട്ട ദൈവത്തിന്റെ വചനം കേട്ട് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഒരു ഉത്സാഹം വരുമോ, എനിക്ക് ഈ വചനം കേൾക്കണം, എനിക്ക് ഈ വചനം ഇനിയും വേണം, എനിക്ക് ഈ കർത്താവിന് വേണ്ടി ജീവിക്കണം, എന്നെ ഈ കർത്താവിന് വേണ്ടി എന്റെ ജീവിതത്തെ സമർപ്പിക്കണം എന്നുള്ള ആ ഉത്സാഹം അവരുടെ ഉള്ളിൽ ഇങ്ങനെ വ്യാകുല ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. जो लोग आपको मालूम है हमारा बुलाहट चुनौती सब जगत की उत्पत्ति से पहले प्रभु यीशु मसीह में पिता ने किया है. നമുക്കറിയാലോ, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ദൈവം നമ്മുടെ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുവാണ്. एफएसियों 1:4 में लिखा है. എഫെസ്യ ലേഖനം 1:4 നമ്മൾ വായിക്കുന്നുണ്ട്. प्रेज द लॉर्ड. Praise the Lord. इसका मतलब क्या है? അതിന്റെ അർത്ഥം എന്താ? प्रियो, आदि में अंत जाने वाले प्रभु തുടക്കത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ അന്ത്യം പറയുന്നത് നമ്മുടെ ഈ ദൈവത്തിന് मुझको अनंत जीवन के लिए नियुक्त किया. ദൈവം എനിക്ക് നിത്യ ജീവനത്തിന് വേണ്ടിയിട്ട് എനിക്ക് നിയുക്തമാക്കി, എന്നെ തെരഞ്ഞെടുത്തു. मुझे याद है എനിക്കറിയാം, जब मैं ये वचन सुना എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ വചനം കേട്ടപ്പോൾ मेरा दिल तड़पता है. എന്റെ ഹൃദയം ഭയങ്കര मैं वचन की भूख प्यास में मैं भागते थे. ഞാൻ ദൈവത്തിന്റെ വചനം ഇനി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു. मैं पिछले दिनों में भी आपको गवाही बताया. ഈ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. कोई भी मसीह भाई मिलता है तो मैं उनसे वचन सुनने के लिए बहुत तड़पते थे. ഏതൊരു സഹോദരന്മാരെ ഞാൻ കാണുവാണെങ്കിൽ അവരിൽ നിന്ന് ദൈവത്തിന്റെ വചനം കിട്ടാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആമേൻ. ये बहुत बड़ा अनुभव है. ഇത് ഏറ്റവും വലിയ അനുഭവമാണ്. जीवन बदल जाता है. നമ്മുടെ ജീവിതം മാറിപ്പോകും. हमारा पुराना जीवन और मसीह में जीवन में दिन रात का फर्क है. നമ്മുടെ പഴയ ജീവിതവും ക്രിസ്തുവിലുള്ള ജീവിതവും രാവിലും പകലുമുള്ള രാത്രിയുള്ള അവസ്ഥയാണ്. आज आपको ये जानना है. അത് ഈ കാര്യം നമുക്ക് അറിയണം. आपका जीवन बदला है कि नहीं? നമ്മുടെ ജീവിതം മാറിയിട്ടുണ്ടോ? आपने प्रभु के बारे में सुना, आपने जीवन में कुछ चेंजेस लाना चाहा. पहले बहुत सिगरेट पीता था, अभी कम कर दिया. बहुत शराब पीता था, अभी कम कर दिया. ये नहीं है प्रयोग नया जन्म या उद्धार पाने का मार्ग. അപ്പൊ പുതിയ ജീവിതം അത് പറഞ്ഞിട്ട് ചിലവർ എന്ത് ചെയ്യും, അവർ ആദ്യം ഒത്തിരി സിഗരറ്റ് കുടിക്കാറുണ്ട്, ഇപ്പോൾ ഇച്ചിരി സിഗരറ്റ് കുടിക്കുന്നുള്ളൂ. ആദ്യം ഒരു ഒത്തിരി കള്ള് കുടിക്കാറുണ്ട്, ഇപ്പൊ ഇച്ചിരി കള്ള് കുടിക്കുന്നുള്ളൂ. ഈ രീതിയിലുള്ള മാറ്റങ്ങൾ സ്വയമായിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളല്ല ഇത്. एक नया जन्म पाया हुआ अनुभव एकदम दिन रात का फर्क है. കാരണം ഒരു പുതിയ ജനനത്തിന്റെ അവസ്ഥ, പുതിയ ജനനമായി അവസ്ഥ ആകുമെന്ന് പറഞ്ഞാൽ അത് പകലും രാത്രിയുള്ള വ്യത്യാസമാണ്. इसलिए प्रभु ने हमको अलग किया है. അതുകൊണ്ട് ദൈവം നമ്മളെ മാറ്റി വെച്ചേക്കുവാണെങ്കിൽ हमें प्रभु के मार्ग में चलना है. നമ്മൾ ദൈവത്തിന്റെ സത്യമാർഗത്തിൽ നമ്മൾ നടക്കണം. प्रभु के आत्मा का अगुवाई में चलना है. ആത്മാവിന്റെ അനുസരിച്ച് നമ്മൾ നടക്കണം. प्रभु के आत्मा मैंने पाया. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ये आत्मा के द्वारा हमारा नया जन्म हुआ. കാരണം ആത്മാവ് മുഖാന്തരമാണ് നമ്മുടെ വീണ്ടും ജന്മം നടന്നത്. ऐसा लोग नरक की सजा से बच गया, या बोलेगा तो दंड की आज्ञा से बच गया. ഈ പ്രകാരമുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞ ദണ്ഡനത്തിൽ നിന്നും നരകത്തിൽ നിന്നും അവസ്ഥയിൽ നിന്നും മാറിയിരിക്കുവാണ്. कई लोग बोलता है, ഇത് അനേകർ പറയാറുണ്ട്, हमारा उद्धार हुआ, നമ്മൾ രക്ഷിക്കപ്പെട്ടു, हमने बपतिस्मा भी लिया, നമ്മൾ സ്നാനം എടുത്തു, लेकिन अभी भी वो पुराना जीवन में चल रहा है. ഇപ്പോഴും ആ പഴയ ജീവനിലാണ് നടക്കുന്നത്. अभी भी उनके जीवन में वो पहले जैसा जीवन है. ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ പഴയ ജീവിതത്തിന്റെ അനുഭവമാണ്. वो पहला जो दोस्ती, ആ പഴയ കൂട്ടുകെട്ട്, पहला രീതി, പഴയതുള്ള രീതികള്, पहला बोली, പഴയതുള്ള സംസാരം
ये बात सच्चाई नहीं। എന്നാൽ അങ്ങനെയാണെങ്കിൽ അത് യാഥാർത്ഥ്യത്തിൽ വന്നിട്ടില്ല. प्रियो, प्रभु में आने के बाद वो व्यक्ति नया सृष्टि है। കാരണം ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ അവർ പുതിയ സൃഷ്ടിയാണ്, उनको नया संगति है, അവർ പുതിയ കൂട്ടായ്മയാണ്, नया दोस्ती है, പുതിയ കൂട്ടുകെട്ടുണ്ട്, उनका नया चाल चलन है। ഒരു പുതിയ നടത്തിപ്പാണ്. पहले अपनी बुद्धि के अनुसार, अपने सामर्थ्य के अनुसार, अपनी अभिलाषा के अनुसार चलते थे। അവർ ആദ്യം അവരുടെ ബുദ്ധിയും അവരുടെ അഭിലാഷവും അവരുടെ മോഹം അനുസരിച്ച് അവർ നടക്കുമായിരുന്നു. अभी ऐसे नहीं। എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. हाँ, अगर आप सिर्फ डुबकी लिया और आप बोलते हैं कि हाँ अभी मैं दंड की आज्ञा से बेच गया, नो, आपका डाउट क्लियर करने के लिए एक शक्तिवान वचन में ചിലവർ പറയാനുണ്ട്, ഞാൻ മുങ്ങിയിട്ട് വന്നു അതുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് ഞാൻ മാറിയത്. അങ്ങനെ ചിലർ ചിന്തിക്കുന്നുണ്ട്. അവരോട് വേണ്ടിയിട്ട് ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നത് रोमियो 8 अध्याय का पहला वचन। റോമാലേഖനം 8:1. रोमियो 8 अध्याय का पहला वचन। റോമൻസ് 8:1. റോമാലേഖനം 8:1. अतः जो मसीह यीशु में है उन पर दंड की आज्ञा नहीं, क्योंकि वे शरीर के अनुसार नहीं वरन आत्मा के अनुसार चलते हैं। देखा, ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധി ഇല്ല. മലയാളത്തിൽ ഇത്രേ ഉള്ളൂ. മലയാളം में इतना तक മലയാളി लोग बहुत धोखा करे वचन में। അപ്പൊ മലയാളികൾ ഈ വാക്യം വായിച്ചു കഴിഞ്ഞിട്ട് ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധി ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ വാക്യം. അത് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഒത്തിരി മലയാളികൾക്ക് ഒരു ചതി വരുന്നത്. मेरा प्रिय मलयाली भाई बहनों, അത് എന്റെ പ്രിയപ്പെട്ട മലയാളി സഹോദരന്മാരെ, वो वचन उतना नहीं, എന്നാൽ ആ വചനം അത്രയുമല്ല. ഇനി അതൊക്കെ ചില കാര്യങ്ങൾ ചേർക്കാറുണ്ട്. खास बात उन्होंने छोड़ दिया. അവർ ഒരു വലിയ കാര്യം അതിൽ നിന്ന് അത് വിട്ടുമാറ്റിയിട്ടുണ്ട്. क्या मालूम है? അതെന്താണെന്നറിയോ? अभी मलयाली लोग, मेरे को मालूम है, बहुत अपना केरला भाई लोग क्या बोलता है, अभी मैं मसीह में है, मैंने बपतिस्मा लिया है, मेरा उद्धार हो गया है, परंतु आत्मा में नहीं चलता, आत्मा के अनुसार नहीं चलता। प्रियो, जो व्यक्ति मसीह में है, दंड की आज्ञा से छुटकारा पाया ना, वो आत्मा में चलने वाला व्यक्ति के बारे में गवाही दिया. അവിടെ എന്തോ പറയുന്നത്, ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധി ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നത് അവർ ഇനി ജഡത്താലല്ല ആത്മാവിനനുസരിച്ച് നടക്കുന്നു. അപ്പൊ ഇത് ആത്മാവ് അനുസരിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് വചനം പറയുന്നത്. ക്രിസ്തുയേശുവിൽ എനിക്ക് ശിക്ഷാവധി ഇല്ല. കാരണം എന്നെ ഒത്തിരി മലയാളി സഹോദരന്മാർ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, എനിക്ക് ക്രിസ്തു പ്രാപിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, എന്നാൽ ആത്മാവനുസരിച്ച് അവർ നടക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വഞ്ചിക്കല്ലേ. प्रभु के आत्मा पाए हुए लोग आत्मा के अनुसार चलना है. ദൈവത്തിന്റെ ആത്മാവ് കിട്ടിയവർ ദൈവത്തെ ആത്മാവ് അനുസരിച്ച് നടക്കണം. आत्मा के अनुसार ना चलते हुए मैंने डुबकी लिया बोल करके आप सोचता है मैं दंड की आज्ञा से या नरक की सजा से बच गया, तो बहुत बड़ा धोखा में अभी तक आप है. ആത്മാവിനനുസരിച്ച് നമ്മൾ നടക്കുന്നില്ലെങ്കിൽ, ആത്മാവിനെ കേട്ടിട്ട് ജീവിക്കുന്നില്ലെങ്കിൽ, ആത്മാവനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ, ഞാൻ എത്ര വലിയ മുങ്ങിയിട്ട് ആദ്യം വന്നത് പറഞ്ഞാലും ഇത് അവര് ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല. आत्मिक जन्म होना चाहिए. കാരണം നമ്മൾ ആത്മീകനായിരിക്കണം. आत्मा पाया है कि नहीं? നമ്മൾ ആത്മാവ് പ്രാപിച്ചിട്ടുണ്ടോ? आत्मा पाने के लिए आपको फास्टिंग प्रेयर करने की जरूरत नहीं. ആത്മാവ് കിട്ടാൻ വേണ്ടി നമുക്ക് ഉപവാസ പ്രാർത്ഥന ചെയ്യേണ്ട ആവശ്യമില്ല. आपको मालूम है विश्वास के द्वारा आत्मा पाता है. കാരണം വിശ്വാസം മുഖാന്തരമാണ് നമുക്ക് ആത്മാവ് കിട്ടുന്നത്. आत्मा मिल गया तो, എന്നാൽ ആത്മാവ് കിട്ടിക്കഴിഞ്ഞാൽ वही रोमियो 8 अध्याय का 9 वचन में आपको मालूम है क्या? അതേ റോമാലേഖനം 8:9 എന്തോ അത് എഴുതിയിരിക്കുന്നത് അറിയോ? इसमें मसीह की आत्मा नहीं, वो मसीह का जन है. ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ ദൈവത്തിന്റെ അല്ല. आत्मा प्राप्त किया व्यक्ति एक आत्मिक जन है. കാരണം ആത്മാവ് പ്രാപിച്ചവൻ അവൻ ഒരു ആത്മീകനാണ്. और वो भी 8 का 9 थोड़ा पढ़िए. റോമാലേഖനം 8:9, റോമൻസ് 8:9. परंतु जबकि परमेश्वर का आत्मा तुम में बसता है तो तुम शारीरिक दशा में नहीं परंतु आत्मिक दशा में हो. देखा, अगर आत्मा पाया है तो आप शारीरिक दशा में नहीं, शरीर के अनुसार नहीं चलता, आत्मिक दिशा में है, आत्मा के अनुसार चलने वाला है. നിങ്ങൾ ആത്മാവിൽ നിങ്ങൾ ആത്മാവ് പ്രാപിച്ചവരാണെങ്കിൽ നിങ്ങൾ ജഡത്തിലല്ല, ജഡത്തിനനുസരിച്ചല്ല, നിങ്ങൾ ആത്മാവ് അനുസരിച്ചാണ് ജീവിക്കുന്നത്. प्रियो, आत्मा पाने के बाद में आत्मा के अनुसार चलना, तभी तो हम विजय जीवन बिता पाए. ആത്മാവ് കിട്ടിക്കഴിഞ്ഞാൽ ആത്മാവ് അനുസരിച്ച് ജീവിച്ചാലേ നമുക്ക് യഥാർത്ഥ വിജയകരമായ ജീവിതം ജീവിക്കാൻ പറ്റുള്ളൂ. हमारा प्रभु यीशु मसीह एकदम आत्मा में भर करके आत्मा के अनुसार चलते थे. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എപ്പോഴും ആത്മാവിൽ നിറഞ്ഞ ആത്മാവ് അനുസരിച്ച് നടക്കുമായിരുന്നു. इसलिए वो विजय जीवन पाए. അതുകൊണ്ട് അവന് വിജയകരമായ ജീവിതം ജീവിക്കാൻ പറ്റി. विजय जीवन का रहस्य आत्मा के अनुसार चलना है. വിജയകരമായ ജീവിതത്തിൽ ജീവിക്കാനുള്ള രഹസ്യം ആത്മാവ് അനുസരിച്ച് നടക്കണം. इसलिए प्रभु यीशु मसीह ने मंडली को जब कहा, അതുകൊണ്ട് കർത്താവ് സഭയോട് പറഞ്ഞപ്പോൾ प्रकाश के वाक्य 3:21, റെവലേഷൻ 3:21, വെളിപ്പാട് 3:21, റെവലേഷൻ 3:21. आपको सब लोग इस बातों को मानो फॉलो कर पा रहे हैं क्या? നിങ്ങൾ എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? Praise the Lord. Praise the Lord. यहाँ पर वचन क्या कहता है? ഇവിടെ വചനം എന്താ പറയുന്നത്? ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. जो जय पाए मैं उसे अपने साथ अपने सिंहासन पर बिठाऊंगा, जैसे मैं भी जय पाकर अपने पिता के साथ
उसके सिंहासन पर बैठ गया। देखो प्रभु यीशु मसीह विजय प्राप्त किया, वैसा विजय प्राप्त करने वालों को प्रभु यीशु मसीह अपने साथ सिंहासन में बैठाएगा। കർത്താവ് യേശു ക്രിസ്തു എങ്ങനെ വിജയം പ്രാപിച്ചു കഴിഞ്ഞിട്ട് പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നോ അതേപോലെ തന്നെ ആ വിശ്വാസികൾ ആരും വിജയം പ്രാപിച്ചാൽ അവർക്ക് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിൽ അവർ ഇരുത്തും. इसका मतलब हमें भी एक विजय प्राप्त करना है तो यीशु मसीह जैसे चला ऐसे हमें चलना है। അതുകൊണ്ട് നമുക്ക് വിജയം പ്രാപിക്കണമെങ്കിൽ യേശു ക്രിസ്തു എങ്ങനെ നടന്നു അങ്ങനെ നമ്മൾ നടക്കണം. उसके लिए तो हमको बुलाया അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ വിളിച്ചത്. है ना। पहला पत्रोस दूसरा अध्याय का 21 वचन आपको याद है ना। ഒന്ന് പത്രോസ് 2:21 വായിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. हम उसके कदमों पर कदम मिलाकर चलने के लिए वो हमें एक आदर्श देकर गया। നമ്മൾ അവന്റെ അതേ നടത്തിപ്പോൾ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് ഒരു ആദർശമായി. आपने रेफरेंस लिखा? നമ്മൾ റെഫറൻസ് എഴുതിയിട്ടുണ്ടായിരിക്കല്ലോ. पहला पत्रोस दूसरा अध्याय का 21 वचन। ഒന്ന് പത്രോസ് 2:21. मैं हर एक वचन पढ़ाते आएगा तो टाइम जाएगा, अभी हमारा टाइम थोड़ा ओवर हो रहा है तो मुझे बहुत बात आपको बांटने की इच्छा है। എല്ലാ വചനങ്ങളും വായിപ്പിക്കാൻ പോയ സമയം പോകും. അതുകൊണ്ട് കാരണം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്, സമയം കുറവായതുകൊണ്ടാണ്. तो आप देखिए आप एक विजयी जीवन बिताएंगे तभी आप प्रभु के साथ सिंहासन में बैठेंगे। അതുകൊണ്ട് നമ്മൾ യഥാർത്ഥമായ ഒരു വിജയകരമായ ജീവിതം ജീവിച്ചാലേ നമ്മൾ കർത്താവിന്റെ കൂടെ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. आपको मालूम है प्रभु जब प्रकाशित वाक्य की किताब दूसरा और तीसरा अध्याय में सातों मंडली को जब संदेश देता है, നമ്മുടെ വെളിപ്പാട് പുസ്തകം അതിൽ 2-ാം അധ്യായം 3-ാം അധ്യായം വായിക്കുമ്പോൾ 7 സഭയ്ക്ക് ദൈവം ദൂത് കൊടുക്കുമ്പോൾ सातों मंडली को प्रभु गवाही देता है जो विजय पाता है उनको तोहफा है। 7 സഭയിലോട് ദൈവം ഒരു കാര്യം പറയുന്നത് നിങ്ങൾ വിജയം പ്രാപിച്ചാലേ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുള്ളൂ. प्रियो 1000 साल के राज्य में प्रभु विजयी लोगों के साथ राज करने वाला है। കാരണം 1000 വർഷ രാജ്യത്തിൽ ദൈവം വിജയം പ്രാപിച്ച വിശ്വാസികളുടെ കൂടെയാണ് ദൈവം ഭരിക്കുന്നത്. प्रियो विजय पाने वालों को मुकुट मिलेगा। വിജയം പ്രാപിച്ചവർക്ക് ദൈവം മുകുടം കൊടുക്കും. हरा हुआ लोगों को दुनिया भी मुकुट देता है क्या? തോറ്റവർക്ക് ഈ ലോകം പോലും മുകുടം കൊടുക്കാറുണ്ടോ? जब दुनिया ही नहीं देता प्रभु देगा क्या? നമ്മൾ ലോകം കൊടുക്കത്തില്ലെങ്കിൽ പിന്നെ കർത്താവ് തരുമോ? प्रभु का क्लियर व्यवस्था है, विजय पाने वालों को मुकुट है। കർത്താവ് ക്ലിയർലി വചനം പറയുന്നത് വിജയം പ്രാപിച്ചവർക്കേ ദൈവം മുകുടം കൊടുക്കുള്ളൂ. अभी हम थोड़ी देर पहले देखा ना, दौड़ में विजय पाने लायक दौड़ो मुकुट मिलेगा। നേരത്തെ നമ്മൾ ആദ്യം വായിച്ചോളൂ, നമ്മൾ ഓട്ടത്തിൽ ശരിക്കും ഓടിയാലേ വിജയം പ്രാപിച്ചാലേ നമുക്ക് മുകുടം കിട്ടുള്ളൂ. लड़ाई में व्यवस्था के अनुसार लड़ो तब मुकुट मिलेगा। നമ്മൾ കുസ്തിയിൽ ന്യായപ്രകാരം വചനപ്രകാരം അല്ലെങ്കിൽ റൂൾ അനുസരിച്ച് നമ്മൾ കുസ്തി ചെയ്യുവാണെങ്കിൽ ജയിച്ചാലേ നമുക്ക് മുകുടം കിട്ടുള്ളൂ. ये नहीं कि आप कुश्ती में भाग लिया था चलो आपको भी एक मुकुट। നീ കുസ്തിയിൽ നീ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ, എന്താ ശരി ഒരു മുകുടം എടുത്തോ, അങ്ങനെയല്ല, അതിൽ ജയിക്കണം. ये वचन बिल्कुल नहीं बताता। അതുകൊണ്ട് വചനം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തോണ്ട് അതിൽ ഭാഗം എടുത്തോണ്ട് മുകുടം കിട്ടുന്ന പഠിപ്പിക്കുന്നില്ല. तो हमारे जीवन में इस विजय का महत्व हमें जानना चाहिए। അതുകൊണ്ട് ഈ വചനത്തിൽ വിജയം ഉള്ള ജീവിതത്തിന്റെ മൂല്യത നമുക്ക് മനസ്സിലാക്കണം. प्रभु का इच्छा है, प्रभु का आगमन देर हुआ तो अभी ये बात मतलब इस सागर जैसा फूलते जा रहा है। अभी मेरे मतलब मुझे कुछ मतलब प्रभु का वचन से और कुछ बताना था, लेकिन प्रभु आप देखिए आप प्यार करने के कारण आप लोगों का अवस्था जानकर प्रभु आपसे बात कर रहा है। എനിക്ക് ചില വേറെ കാര്യങ്ങളായിരുന്നു പറയാൻ ഇച്ഛ വെച്ചത്. എന്നാൽ ദൈവം എത്ര സ്നേഹവാനാ നോക്കുക, നിങ്ങളോട് എത്ര സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം അവന്റെ ആഴമുള്ള കാര്യങ്ങൾ വേറെ രീതിയിൽ നിങ്ങളോട് മനസ്സിലാക്കി തരുവാ. और वो भी एकदम सिंपल होकर सरल होकर। അതും ഏറ്റവും ഇത്ര സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ये तो आपको सिर्फ दूध ही पिला रहा है। ഇത് ഞാനിപ്പോ പാലല്ലേ നിങ്ങൾക്ക് തരുന്നത്. एक्चुअली ये एक तगड़ा भोजन है, लेकिन मैं आपको बहुत सरल रूप में आप उसको हजम करना चाहिए, इसलिए आपको बहुत सरल रूप में पाठ करता है। കാരണം ഇത് കട്ടിയായുള്ള ഭോജനമാണ്. അതായത് നിങ്ങൾക്ക് ശരിക്കും ദഹിക്കണമെങ്കിൽ അത് ദഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സിമ്പിൾ രീതിയിൽ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. तो आप में से एक भी हारना नहीं है। അതുകൊണ്ട് നിങ്ങളിൽ ആരും നിങ്ങൾ തോറ്റു പോവല്ലേ. अगर आप उधार पाया है तो നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ विजयी होना, നിങ്ങൾ വിജയത്തിൽ ഓടണം. विजय जीवन का रहस्य जानना। വിജയം ജീവിതത്തിലുള്ള രഹസ്യങ്ങൾ നിങ്ങൾ അറിയണം. क्योंकि अभी यीशु मसीह बोलता है मैंने विजय पाया, इसलिए जो विजय पाएगा वो मेरे साथ सिंहासन में बैठेगा। കർത്താവ് പറഞ്ഞു ഞാൻ വിജയം പ്രാപിച്ചതുപോലെ ആരൊക്കെ വിജയം പ്രാപിക്കുന്നോ അവരോട് എന്റെ കൂടെ സിംഹാസനത്തിൽ വാഴും. हमारे लिए हर बात में आदर्श प्रभु यीशु मसीह। നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിലും ഒരു ആദർശം കർത്താവ് യേശു ക്രിസ്തുവാണ്. और हमें यीशु मसीह के जैसा बनना है। അതേപോലെ തന്നെ ക്രിസ്തു യേശു പോലെ നമുക്ക് ആകണം हर बात में, എല്ലാ കാര്യത്തിലും. आखिर हम प्रभु के जैसा बनेगा। ആദ്യത്തിൽ നമ്മൾ കർത്താവിനെ പോലെ നമ്മൾ മാറ്റപ്പെടും. एक विजय जीवन के उत्साह हमारे अंदर है तो बात बन जाए। ഒരു വിജയകരമായ ജീവിതം ജീവിക്കാനുള്ള നല്ലൊരു ഉത്സവം ഉണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ മാറ്റപ്പെടും. क्या प्रभु यीशु मसीह के जैसा होना अच्छा बात नहीं? കർത്താവ് യേശു ക്രിസ്തു പോലെ ആകുന്നത് നല്ല കാര്യമല്ലേ? उससे बढ़कर कोई बात है क्या? ഇതിനേക്കാളും വലിയ കാര്യം ഇതിലും ഉണ്ടോ? प्रेज़ द लॉर्ड। तो अभी उस बात का गहराई में हमें आगे प्रभु का आने वाला समय में
प्रभु का वचन के द्वारा जाना है। അപ്പൊ ഈ കാര്യത്തിലുള്ള ആഴങ്ങളുള്ള കാര്യങ്ങൾ ദൈവവചനം അനുസരിച്ച് നമ്മൾ അറിയണം. तो आज तक का हमारा जीवन कैसा है? അപ്പൊ ഇന്ന് വരെ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? मैं एक विजयी जीवन बिता पा रहा है? വിജയകരമായ ജീവിതം ജീവിക്കാൻ പറ്റിയോ? जो व्यक्ति विजयी है वो बहुत आनंदित है, ഒരു ഏത് വ്യക്തി വിജയകരമാണ് അവർ എപ്പോഴും ആനന്ദിതാണ്. क्योंकि वो बंदीगृह में होगा तभी भी वो आनंदित है, क्योंकि वो विजयी है। കാരണം അവൻ ജയിലിലായാലും അവൻ എപ്പോഴും സന്തോഷത്തിലാണ്, കാരണം അവൻ യഥാർത്ഥ ജയാളിയാണ്. वो बहुत भूखा है, बहुत कंगाल है, बहुत गरीब है, लेकिन वो आनंदित है। ആ വ്യക്തി ചിലപ്പോൾ ലോകത്തിൽ അവർ ഒത്തിരി ദരിദ്രരായിരിക്കും, ചിലപ്പോൾ ഒത്തിരി വിശപ്പും ദാഹത്തോടെ അവൻ ജീവിക്കുമായിരിക്കും, ദരിദ്ര അവസ്ഥയിൽ ജീവിക്കുമായിരിക്കും. എന്നാൽ ക്രിസ്തുവിലായോണ്ട് യഥാർത്ഥ ജയാളിയാണ്, क्योंकि वो आत्मा में चलता है, കാരണം അവൻ ആത്മാവിൽ നടക്കുന്നുണ്ട്. वो विजयी जीवन बिताता है, അവൻ ജയാളിയായുള്ള ജീവിതം ജീവിക്കുന്നു. इसलिए आत्मा का फल उसमें दिखता है। അതുകൊണ്ട് ആത്മാവിന്റെ ഫലം അവൻ കാണാൻ പറ്റുന്നുണ്ട്. Praise the Lord। Praise the Lord. तो प्रभु आपको बहुत आशीष दे। അത് ദൈവജനങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. हमारा प्रभु जल्द आएगा, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. शायद आज के दिन आएगा। ചിലപ്പോൾ ഇന്ന് വരാൻ സാധ്യതയുണ്ട്. प्रभु के लिए तैयार रहना। ദൈവത്തിന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. प्रभु का अनुग्रह आप सबके साथ हो। ദൈവത്തിന്റെ കൃപ നിങ്ങൾ എല്ലാവരും വസിക്കട്ടെ. आमीन। ആമേൻ.